ഏകാരോഗ്യം ക്യാമ്പയിന് വേണ്ടി പ്ലാൻ ചെയ്തത് 3 ക്ലാസ്സുകളാണ്. മൃഗങ്ങളുടെ ആരോഗ്യം, പരിസ്ഥിതിയും ആരോഗ്യവും, അതുപോലെ ഏകാരോഗ്യം എന്ന 3 വിഷയങ്ങൾ. ഇത് 3ഉം കൂടെ ചേർത്തുകൊണ്ട് ഒരു ഒറ്റ പ്രസന്റേഷനായി അവതരിപ്പിക്കുകയാണ് ഞാനിവിടെ ചെയ്യുന്നത്. ഇത് ആർക്കും ഇത് അവൈലബിൾ ആയിരിക്കും. ഇത് ആർക്ക് വേണമെങ്കിൽ അത് ഉപയോഗിക്കാം. അത് നിങ്ങളുടെ ആവശ്യപ്രകാരം അതിൽ നിന്ന് സ്ലൈഡുകൾ കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ട് അവനവന് കംഫർട്ടബിൾ ആവുന്ന രീതിയിൽ ഇത് ഉപയോഗിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ ഈ പ്രസന്റേഷനിലേക്ക് കടക്കുകയാണ്. നമ്മൾ 2 വർഷക്കാലത്തെ ഒരു ഗ്ലോബൽ പാൻഡമിക്, ലോകം മുഴുവൻ ബാധിക്കുന്ന മഹാമാരികൾക്കാണ് പാൻഡമിക് എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത്. എപ്പിഡമിക് എന്നത് മഹാമാരികൾക്ക് പൊതുവെ പറയുന്ന വാക്കുകളും, പിന്നെ പാൻഡമിക് എന്ന് പറഞ്ഞാൽ അത് ലോകം മുഴുവൻ പടരുന്ന മഹാമാരികൾക്കാണ് ആ വാക്ക് ഉപയോഗിക്കുന്നത്. അത് ഏതാണ്ട് അവസാനത്തോട് അടുക്കാറായി എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ കോവിഡ് രോഗം ഉണ്ടാവുന്നത് എങ്ങനെ മുതലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ 2 വർഷം കൊണ്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. വവ്വാലുകളിൽ നിന്നുള്ള ഒരു വൈറസ് ആണ് ഈ രോഗത്തിന് കാരണമാവുന്നത്. വവ്വാലില് ഉള്ള വൈറസ് SARS-CoV-2 എന്നാണ് അതിന് നമ്മൾ പേര് കൊടുത്തിട്ടുള്ളത്. ഒരു തരം കൊറോണ വൈറസ് ആണ്. അത് വവ്വാലിൽ ഉള്ള വൈറസിന് ചെറിയ ജനിതക മാറ്റം വരുമ്പോൾ അത് മറ്റ് ജീവികളെ, പ്രത്യേകിച്ച് മറ്റ് സസ്തനികളിലേക്ക് പടരാനുള്ള സാധ്യതയുണ്ടാവുന്നു. അങ്ങനെയാണ് മനുഷ്യനിലും മറ്റു ജീവികളിലും ഒക്കെ ഇത് എത്തിപ്പെടുന്നത്. മനുഷ്യനിൽ ഇത് വന്നത് നേരെ വവ്വാലിൽ നിന്ന് വന്നതാണോ അതോ അതിനിടയ്ക്ക് ഒരു ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ്, ഒരു ഇടനില ജീവി ഉണ്ടായിരുന്നോ എന്നുള്ളതിനെ പറ്റി ഇനിയും നമുക്ക് പൂർണ്ണമായിട്ട് അറിയില്ല. പക്ഷെ അതേസമയം മനുഷ്യരിൽ നിന്ന് മറ്റ് പല മൃഗങ്ങളിലേക്കും ഇത് പകർന്നിട്ടുണ്ട് എന്ന് നമുക്കറിയാം. പരീക്ഷണാർത്ഥം ലബോറട്ടറിയിൽ തന്നെ പല മൃഗങ്ങളിലേക്കും ഇത് പകർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ചില മൃഗങ്ങളിൽ ഇത് വരുന്നില്ല. ഉദാഹരണത്തിന് കോഴിയിലും പന്നീരും ഒക്കെ നമ്മൾ ശ്രമിച്ചാലും അത് വരുന്നില്ല. പക്ഷെ അതേസമയം എലിയിലും മറ്റുള്ള പല മൃഗങ്ങളിലേക്കും വരുന്നുണ്ട്. അപ്പൊ പല തരം മൃഗങ്ങളെ ബാധിക്കുന്ന, ഇപ്പോ ഈ ചിത്രത്തിൽ കാണുന്നത് ഈ സ്ത്രീ ധരിച്ചിരിക്കുന്നത് മിങ്ക് കോട്ടാണ്. മിങ്ക് കോട്ട് എന്ന് പറഞ്ഞാൽ പാശ്ചാത്യ രാജ്യങ്ങളിൽ വളരെ വളരെ വില കൂടിയ ഒരു വസ്ത്രമാണ് മിങ്ക് കോട്ട്. ആ മിങ്ക് കോട്ട്, മിങ്ക് എന്ന് പറയുന്ന ഒരു ജീവിയുടെ രോമത്തിൽ നിന്നാണ് ഇത് ഉണ്ടാക്കുന്നത്. വളരെ വില കൂടാൻ കാരണം ആ മിങ്കുകളുടെ കയ്യിൽ നിന്ന് അത് പിടിച്ച് അതിനെ രോമമൊക്കെ എടുക്കാൻ വേണ്ടി. അപ്പൊ പിന്നെ എന്ത് ചെയ്തു ആൾക്കാരെന്ന് പറഞ്ഞാൽ മിങ്കിനെ വളർത്താൻ തുടങ്ങി. കൃഷി ചെയ്ത് വളർത്തുന്ന ഫാമുകളിൽ വളർത്താൻ തുടങ്ങി. അങ്ങനെ മിങ്ക് ഫാമിൽ നെതർലാൻഡ്സിലും അയർലൻഡിലും ഒക്കെയാണ് ഏറ്റവും അധികം മിങ്ക് ഫാമുകളുള്ളത്. അങ്ങനെ നെതർലാൻഡ്സിലുള്ള മിങ്ക് ഫാമിൽ മനുഷ്യരിൽ നിന്ന് കോവിഡ് മിങ്കുകൾക്ക് കിട്ടുകയും, ഈ മിങ്ക് എന്ന് പറഞ്ഞാൽ നീർനായയുടെ ഒക്കെ വംശത്തിൽപ്പെട്ട ഒരു ജീവിയാണ്, ഒരു സസ്തനിയാണ്. ആ മിങ്കിനകത്ത് അതിന് മറ്റു മ്യൂട്ടേഷനുകൾ വരാൻ തുടങ്ങി. അപ്പൊ ന്യായമായും നമുക്ക് പേടിയായി. എന്താ, ഈ മിങ്കിൽ വളരെ കൂടുതലായിട്ടുള്ള ഒരു മ്യൂട്ടേഷനുകൾ ഉണ്ടായി അത് തിരിച്ചു മനുഷ്യനിൽ വരാൻ ഉള്ള ഇടയായി കഴിഞ്ഞാൽ അത് കൂടുതൽ വേഗത്തിൽ പകരവും മാരകമൊക്കെ ആയിട്ടുള്ള വൈറസുകൾ വരാൻ സാധ്യതയുണ്ടോ എന്ന് പേടിച്ചുകൊണ്ട് അവർ ചെയ്തത് എന്താന്ന് പറഞ്ഞാൽ, നെതർലൻഡ്സിലുള്ള 17 ദശലക്ഷം 1.7 കോടി മിങ്കുകളെ വളർത്തിയിരുന്ന മുഴുവൻ തന്നെ കൊന്നൊടുക്കി, കള്ളിങ് ചെയ്തു. എന്ന് മാത്രമല്ല അവർ തീരുമാനിച്ചു ഇനി ഇത്തരത്തിലുള്ള മിങ്ക് ഫാമിങ് ചെയ്യേണ്ട കാര്യമില്ല ഇനി അങ്ങോട്ട് എന്ന്. അയർലൻഡും അതേപോലെയുള്ള ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ്. അപ്പോൾ മനുഷ്യരിൽ നിന്ന് മറ്റു മൃഗങ്ങളിലേക്ക് വരുന്നതും മാത്രമല്ല അത് തിരിച്ച് മാറ്റങ്ങളോടുകൂടെ വീണ്ടും മനുഷ്യരിലേക്ക് വരാനുള്ള സാധ്യത കൂടെ അത് കാണിക്കുന്നു. 2018 തുടർന്നുള്ള 2 തവണ പിന്നെയും കേരളത്തിൽ നിപ്പ രോഗം ബാധിച്ച് നമുക്കെല്ലാം അറിയാം. ആ നിപ്പ രോഗം വന്ന് 23 പേരാണ് ആദ്യത്തെ തവണ മരിച്ചത്. അത് കഴിഞ്ഞ് 2ാമത്തെ തവണ ഒരാൾക്ക് വന്നു, അത് മരണമൊന്നും ഉണ്ടായില്ല. പിന്നെ 3ാമത് വന്നപ്പോഴും ഒരു കുട്ടി മരണപ്പെടുകയുണ്ടായി ഈ രോഗം കാരണം.
അപ്പൊ നിപ്പ രോഗം ഭയങ്കരമായിട്ട് ഭീതി ഉണ്ടാക്കുന്ന രോഗം. എന്താ കാരണം? 70-80% ഈ രോഗം വന്നു കഴിഞ്ഞാൽ മരണസാധ്യത 70-80%. പക്ഷെ ഭാഗ്യവശാൽ അതിനെ നമുക്ക് നിയന്ത്രിക്കാൻ വേണ്ടി കഴിഞ്ഞു, പകരാതിരിക്കാൻ വേണ്ടി കഴിഞ്ഞു. അപ്പൊ നിപ്പയും ഇതേപോലെ വവ്വാലുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന മറ്റൊരു വൈറസാണ് നിപ്പ രോഗം ഉണ്ടാക്കുന്നത്. അത് പല സ്ഥലങ്ങളിൽ പല രീതിയിലാണ് ഇത് വരുന്നത്. മലേഷ്യയില് ഈ നിപ്പ രോഗം വന്നത് മിക്കവാറും പന്നികൾ വഴിയാണ്. വവ്വാലിൽ നിന്ന് ഇത് പന്നിയിലേക്ക് വരുന്നു, ഈ ഈ അതിൽ നിന്ന് മനുഷ്യരിലേക്ക് വരുന്നു. അങ്ങനെയാണ് മലേഷ്യയിൽ വന്നത്. ബംഗ്ലാദേശിൽ പനങ്കള്ള് ഉണ്ടാക്കുന്ന സ്ഥലങ്ങളിൽ പനങ്കള്ളിന്റെ കുടത്തിൽ വവ്വാലുകൾ ഇത് വന്ന് കുടിക്കാൻ വന്ന് അതിന്റെ ഉമിനീരും മറ്റു സ്രവങ്ങളും വന്ന് ഇത് കുടിക്കുന്ന മനുഷ്യർക്ക് വരികയും അത് പിന്നീട് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുകയും ചെയ്തു. കേരളത്തിൽ എങ്ങനെയാണ് വന്നതെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. ഒരു പക്ഷേ നമുക്കിവിടെ വന്നത് മിക്കവാറും പഴവർഗ്ഗങ്ങൾ വവ്വാല് കടിച്ചിട്ട താഴെയിട്ട ഇത് ഭക്ഷിച്ചത് കൊണ്ടായിരിക്കാമെന്നാണ് ഇപ്പോൾ അനുമാനിക്കുന്നത്. അപ്പോൾ ഈ നിപ്പയും സാഴ്സ് CoV-2 ഒക്കെ പോലെയുള്ള വൈറസുകളൊക്കെ മറ്റ് ജീവികളിൽ നിന്ന് വരുന്ന വൈറസുകൾ. ഇങ്ങനെയുള്ള വൈറസുകൾ ഒരു ജീവിയിൽ ബാധിക്കുന്ന വൈറസ് അതിൽ നിന്ന് മറ്റ് മനുഷ്യരിലേക്ക് എത്തിപ്പെടുന്ന ആ പ്രക്രിയയെ ഒരു കുതിച്ച ചാട്ടം അല്ലെങ്കിൽ സ്പിൽ ഓവർ എന്നുള്ള വാക്കാണ് അതിന് ഉപയോഗിക്കുന്നത്. സ്പീഷീസ് ചാടുക, ഒരു സ്പീഷീസിൽ നിന്ന് മറ്റൊരു സ്പീഷീസിലേക്ക് ചാടുന്ന സ്പിൽ ഓവർ. ഡേവിഡ് കോമാന്റെ സ്പിൽ ഓവർ എന്ന് പറഞ്ഞ പുസ്തകം അത് ഇപ്പൊ വളരെ പ്രസിദ്ധമായിരിക്കുകയാണ്. കാരണം ഏതാണ്ട് സാഴ്സ് ഈ COVID-19 വന്നതൊക്കെ തന്നെ പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. ആ പുസ്തകത്തിൽ മാതിരി ഇനിയും രോഗങ്ങൾ വരാൻ മുതലായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. അതിൽ അദ്ദേഹം പറയുന്ന ഒരു വാക്കുണ്ട്, എന്താന്ന് പറഞ്ഞാൽ വി ആർ ഓൾ ഇൻ ദിസ് ടുഗദർ എന്ന്. അതായത് നമ്മളെല്ലാം ഇതിൽ ഒരുമിച്ചാണെന്നുള്ളതാണ്. അപ്പൊ ഈ ഏകാരോഗ്യം എന്നുള്ള സങ്കല്പത്തിൽ തന്നെ ഉള്ള അടങ്ങിയിരിക്കുന്ന ഒരു സന്ദേശം ഈ മനുഷ്യനും മൃഗങ്ങളും ഒക്കെ തന്നെ തമ്മിൽ രോഗങ്ങൾ കൈമാറുകയും ഒക്കെ ചെയ്യുന്ന ഒരു അവസ്ഥ, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് നമ്മൾ ഇനി അവഗണിച്ചുകൂടാ. ഇതിനെപ്പറ്റി കൂടുതൽ പഠിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്ന സമയത്തും ഈ കാര്യങ്ങൾ പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. വവ്വാലിൽ നിന്ന് ഉത്ഭവിക്കുന്ന പല രോഗങ്ങളും ഉണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് നിപ്പ വൈറസ്, ഹെൻഡ്ര വൈറസ്, ഓസ്ട്രേലിയയില് കുതിര വഴി, വവ്വാലിൽ നിന്ന് കുതിര പിന്നെ മനുഷ്യൻ. എബോള വൈറസ് മറ്റു മൃഗങ്ങൾ, വന്യമൃഗങ്ങളിൽ നിന്ന് വരുന്ന. സാഴ്സ് 2002 വന്ന സാഴ്സ്. മേഴ്സ് എന്ന് പറഞ്ഞ രോഗം പശ്ചിമേഷ്യയിൽ വന്നിരുന്ന ഒട്ടകം വഴിയാണ് വവ്വാലിൽ നിന്ന് മനുഷ്യനിലേക്ക് എത്തുന്നത്. ഇപ്പൊ CO-V-2. അപ്പൊ സ്വയം രോഗം വരാതെ അനേക വൈറസുകളുടെ വാഹകരാവാനുള്ള കഴിവ് വവ്വാലുകൾക്കുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ പല രോഗങ്ങളും വവ്വാലിൽ നിന്ന് ഉത്ഭവിക്കുന്നത്. ചില പ്രതികൂല സാഹചര്യങ്ങളിൽ വവ്വാലുകൾ കൂടുതൽ വൈറസുകളെ പുറത്തോട്ട് വിടും. വനനശീകരണവും ആവാസ വ്യവസ്ഥ നാശം, കാലാവസ്ഥ മാറ്റം, ഇങ്ങനെയുള്ള മാറ്റങ്ങളിലൊക്കെ വരുന്ന സമയത്ത് ഇത് സംഭവിക്കാം. അപ്പോൾ മനുഷ്യന്, മൃഗങ്ങൾ, നമ്മൾ എല്ലാം ജീവിക്കുന്ന പരിസ്ഥിതി, ഇവയെല്ലാം കൂടെ പരിഗണിച്ചുകൊണ്ട് വേണം നമ്മൾ ഈ കാര്യങ്ങളെ പറ്റി മനസ്സിലാക്കാനും നേരിടാനും എന്നുള്ളതാണ് ഇതൊക്കെ തന്നെ നമ്മളോട് പറയുന്നത്. വവ്വാല് മാത്രമല്ല, ഇപ്പൊ HIV 1980 ആണ് HIV കണ്ടു തുടങ്ങിയത് ലോകത്തിൽ. 40 വർഷത്തിനുള്ളിൽ 3 കോടി മനുഷ്യരെ കൊന്നൊടുക്കിയിട്ടുണ്ട് HIV രോഗം. 3 കോടി. ഈ 3 കോടി ഈ വൈറസ് പക്ഷേ 20ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ തന്നെ 1900 തൊട്ട് 1920 വരെയുള്ള കാലഘട്ടത്തിൽ തന്നെ ഗോറില്ലയിൽ നിന്നും ചിമ്പാൻസിയിൽ നിന്നും 2 തരത്തിലുള്ള HIV വൈറസുകൾ, HIV-1 എന്ന് പറയുന്ന ഏറ്റവും കൂടുതലുള്ള HIV-1 ആണ്. അത് മനുഷ്യനിലേക്ക് എത്തിപ്പെട്ടിരുന്നു. അന്ന് മങ്കാബി കുരങ്ങിൽ നിന്നും മറ്റൊരു തരം വൈറസ്, ഈ കുരങ്ങിലുള്ള വൈറസുകൾ മാറ്റം വന്നിട്ട് മനുഷ്യനെ ബാധിക്കുന്ന വൈറസായി മാറി HIV-2 എന്ന് പറയുന്നത്. അങ്ങനെ 2 തരത്തിലുള്ള HIV-യും ഇന്ന് നമുക്ക് കൃത്യമായിട്ട് ഏതാണ്ട് 100 കൊല്ലം മുമ്പ് ഉത്ഭവിച്ചതാണെന്നും ഒക്കെ കൃത്യമായിട്ട് നമുക്ക് അറിയാം. ജനിതക പഠനങ്ങളിലൂടെ ഇത് പറയാൻ വേണ്ടി കഴിയും. പടിഞ്ഞാറൻ ആഫ്രിക്കയിലാണ് ഇതിന്റെ ഉത്ഭവം ഉണ്ടായിട്ടുള്ളത്. ഈ പ്രദേശത്താണ്. വേട്ടയും വന്യജീവി മാംസം എന്നിവയിലൂടെയാണ് ഇത് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ പുതിയ ജന്തുജന്യ രോഗങ്ങൾ ഇവ ഉണ്ടാവാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നത് പലപ്പോഴും ഒന്ന്, അതില് ചില പ്രധാന ഘടകങ്ങൾ. ഒന്ന് വന്യജീവി മാർക്കറ്റുകൾ. ഇപ്പൊ ചൈനയില്
ഈ COVID-19 വരുന്ന സാഹചര്യം പഠിച്ചവർ പലരും പറയുന്നത് വുഹാനില് ഈ രോഗം ആദ്യമായി വന്നത് വുഹാനിലുള്ള ഒരു വന്യജീവി മാർക്കറ്റിൽ നിന്നായിരിക്കാമെന്ന് ഉള്ള ഊഹം വളരെ ശക്തമാണ്. കാരണം ആദ്യത്തെ ഒരുപാട് കേസുകൾ വുഹാൻ മാർക്കറ്റ് സന്ദർശിച്ചവരിലായിരുന്നു വന്നത് എന്നുള്ളതുകൊണ്ട് അവിടെയുള്ള ഏതെങ്കിലും ഒരു മൃഗത്തില് ഈ രോഗം ബാധിച്ചിരിക്കാം, അതിൽ നിന്ന് മറ്റു മനുഷ്യരിലേക്ക് വന്നതായിരിക്കാം എന്നുള്ള ഒരു കാര്യം. അപ്പൊ എപ്പോഴും ഈ സാധ്യതകൾ നൽകുന്നുണ്ട് ഈ വന്യജീവി മാർക്കറ്റുകൾ ഉള്ളിടത്തോളം കാലം. അതുപോലെ ആഫ്രിക്കയിൽ പല രോഗങ്ങളും എബോളയും HIV ഒക്കെ വന്യജീവി വേട്ടയും വ്യാപാരവും നടക്കുന്ന സ്ഥലങ്ങളിലാണ് ഇവ കൂടുതൽ വരുന്നത്. അപ്പൊ കുതിച്ച ചാട്ടങ്ങൾ ഉണ്ടാവുന്ന സാഹചര്യങ്ങളിൽ വന്യജീവികളെ വളർത്തുമ്പോൾ അങ്ങനെ വളർത്തുന്ന ജീവികളിലും ഈ മാറ്റങ്ങൾ വരാം, അതിൽ നിന്നും വരാം. അതും അല്ലെങ്കിൽ ചിലപ്പോ ഹെൻഡ്ര വൈറസ് ഒക്കെ പോലെ വളർത്തുമൃഗങ്ങള് ഒന്നുകിൽ അതിൽ ഉത്ഭവിക്കാം, പക്ഷെ അതിനേക്കാൾ സാധാരണ ഇതിന്റെ വാഹകരായിട്ട് വന്യജീവികളിൽ നിന്ന് വളർത്തുമൃഗങ്ങളിൽ വന്ന് വളർത്തുമൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് വരുക, ഇത്തരത്തിൽ ഇത് വരാം. ഒരിക്കൽ ഇത്തരത്തിലുള്ള കുതിച്ചുചാട്ടം ഉണ്ടായിക്കഴിഞ്ഞാൽ, സ്പിൽ ഓവർ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ആഗോളമായി പടരുന്ന പാൻഡമിക്കുകൾ ആവുന്നത്. ഇതിന് പല കാരണങ്ങൾ, ഇതിന് അനുകൂലമായി ഉണ്ടാവാവുന്ന കാര്യങ്ങൾ. ഒന്ന് ജനസംഖ്യാ വർധനവ് തന്നെയാണ്. അപ്പം വളരെ കൂടുതൽ മനുഷ്യരിൽ നിന്ന് ഉണ്ട് മുമ്പ് ഉള്ളതിനേക്കാൾ എന്നുള്ളത് തീർച്ചയായിട്ടും ഇത് പകരാൻ സാധ്യത കൂടുന്നു. പരിസ്ഥിതി ആവാസ വ്യവസ്ഥ നാശങ്ങൾ വരുന്നത് കൊണ്ട് ഈ തരത്തിൽ പല സ്ഥലത്തുമുള്ള വന്യജീവികളും മനുഷ്യരും തമ്മിൽ കൂടുതൽ കൂടുതൽ സമ്പർക്കത്തിൽ വരാനുള്ള സാഹചര്യങ്ങൾ വർദ്ധിക്കുന്നു എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. അതോടൊപ്പം തന്നെ ആഗോളവൽക്കരണം, യാത്രാ സൗകര്യങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ലോകത്തിന്റെ ഒരു കോണിൽ നിന്ന് മറ്റു കോണിലേക്ക് മനുഷ്യർക്ക് പോകാൻ കഴിയുന്നത് കൊണ്ട് തന്നെ വുഹാനിൽ രോഗം പുറപ്പെട്ട് ഏതാനും ദിവസങ്ങൾക്ക് ഇറ്റലിയിൽ രോഗം പടർന്നു പിടിക്കുകയാണ്. അപ്പൊ മുമ്പ് ഒരു പാൻഡമിക് ഒരു സ്ഥലത്ത് തുടങ്ങി മറ്റൊരു സ്ഥലത്ത് എത്താൻ കുറെ മാസങ്ങൾ എടുത്തിരുന്നെങ്കിൽ ഇന്ന് മണിക്കൂറുകൾ മാത്രം മതി എന്നുള്ള ഒരു സ്ഥിതിയാണ് ഇന്നുള്ളത്. ഇതിന്റെ ഒക്കെ പിന്നിൽ മറ്റുള്ള ഒരു കാര്യം കാലാവസ്ഥാ വ്യതിയാനം. മാറിക്കൊണ്ടിരിക്കുന്ന കാലാവസ്ഥ പല രീതിയിലും ആവാസ വ്യവസ്ഥയെയും ഒക്കെ തന്നെ ബാധിക്കുന്നു. മൃഗങ്ങളുടെ മൈഗ്രേഷനെ ബാധിക്കുന്നു. കൊതുകുകളും മറ്റു പ്രാണി ജീവികളുടെ ആവാസ വ്യവസ്ഥയെ ബാധിക്കുന്നു. അപ്പൊ പല രീതിയിലുള്ള ഈ മാറ്റങ്ങളും നമ്മൾ കാണാതിരുന്നുകൂടാ. ചരിത്രത്തിലുള്ള പാൻഡമിക്കുകൾ, ഈ കൊറോണ ആദ്യത്തെ പാൻഡമിക് ഒന്നും അല്ലല്ലോ. ഇപ്പൊ ഇതിനേക്കാൾ ഒരുപാട് ആൾക്കാർ മരിച്ചിട്ടുള്ള പല തരം രോഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചരിത്രത്തിൽ ഏറ്റവും അധികം ആൾക്കാർ മരിച്ചു എന്ന് കരുതുന്ന ഒരു രോഗം 1347 മുതൽ 51 വരെയുള്ള കാലഘട്ടത്തിൽ 20 കോടി മനുഷ്യരാണ് മരണപ്പെട്ടത്. കറുത്ത മരണം, ബ്ലാക്ക് ഡെത്ത് എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന പ്ലേഗ് രോഗം. എലികളുടെ ചെള്ളാണ് രോഗം പരത്തിയിരുന്നത്, ഒരു ബാക്ടീരിയ. ഏറ്റവും അധികം അതാണ് കണക്കാക്കപ്പെട്ടിട്ടുള്ളത്. അമേരിക്കയില് അമേരിക്കയിലെ പാശ്ചാത്യ രാജ്യത്തിൽ നിന്ന് അമേരിക്കയിൽ പോയ സമയത്ത് അമേരിക്കയിലെ തദ്ദേശവാസികളായിരുന്ന മനുഷ്യരിൽ വസൂരി അവിടെ എത്തിക്കേണ്ടായി ഇവര് വഴി. അങ്ങനെ ആദ്യമായിട്ടൊരു രോഗം വരുന്ന സമയത്ത്, വസൂരി ആദ്യമായി വന്നപ്പോൾ ലക്ഷക്കണക്കിന് ആൾക്കാർ മരിച്ചു. 5.6 കോടിയോളം പേര് മരണമടഞ്ഞു ആ എപ്പിഡമിക്. ഏതാണ്ട് നാമാവശേഷമായി. അവിടെ ഉണ്ടായിരുന്ന സാമ്രാജ്യങ്ങളെല്ലാം നാമാവശേഷമാവാനുള്ള പ്രധാന കാരണം ഈ രോഗങ്ങളായിരുന്നു. ഈ അടുത്ത കാലത്ത് ഏറ്റവും അധികം ആൾക്കാരെ കൊന്നിട്ടുള്ള രോഗം, 5 കോടിയോളം മരണമുണ്ടായത് 1918 സ്പാനിഷ് ഫ്ലൂവിലാണ്. ഇതൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കോവിഡിൽ 60 ലക്ഷത്തോളമാണ് ഔദ്യോഗിക കണക്ക്. പക്ഷെ ഇത് കുറച്ചുകൂടെ കൂടുതലായിരിക്കും. അപ്പൊ ഇന്ത്യ പോലെയുള്ള രാജ്യത്തെ കണക്ക് തീർച്ചയായിട്ടും അത് ശരിയായ കണക്കല്ല. ഇപ്പൊ ഇന്ന് ലാൻസെറ്റില് വന്നിട്ടുള്ള ഒരു പഠനം പറയുന്നത് ഇന്ത്യയിലുള്ള മരണം ഏതാണ്ട് 40 ലക്ഷമാണ് മരണം എന്നാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. 5 ലക്ഷം മാത്രമേ നമ്മുടെ കണക്കിൽ വന്നിട്ടുള്ളൂ. ഇതെല്ലാം കൂടെ കൂട്ടിയാൽ പോലും 1 കോടി ോളമാണ് COVID-19 മരണമുണ്ടായിരിക്കുന്നത്. ഇതിനേക്കാൾ എത്രയോ പേര് മരിക്കാൻ സാധ്യതയുണ്ടായിരുന്ന രോഗത്തെ ഈ നിലയിൽ പിടിച്ചു നിർത്താൻ പറ്റിയെന്നുള്ളത് ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെയും സയൻസിന്റെയും വലിയൊരു നേട്ടമാണ്. ഞാനപ്പോ ഇതിന്റെ ബാക്കിയുള്ള പാൻഡമിക്കുകളിലേക്കൊന്നും പോകുന്നില്ല. ജന്തുജന്യ രോഗങ്ങൾ അത് വലിയൊരു ലിസ്റ്റാണ്. അപ്പൊ അത് മുഴുവൻ ഞാൻ പറയുന്നില്ല. മനുഷ്യരിലെ ഇന്നുള്ള രോഗാണുബാധകളിൽ ഏതാണ്ട് 60% ജന്തുജന്യ രോഗങ്ങൾ. പുതിയതായി വരുന്നവയിലെ 70%വും
ജന്തുജന്യ രോഗങ്ങളാണ്, മൃഗങ്ങളിൽ ഉത്ഭവിക്കുന്ന രോഗങ്ങളാണ്. ഭൂരിപക്ഷവും വന്യജന്യ ജീവികളിൽ നിന്ന് മനുഷ്യരിലേക്ക് എത്തിയവയാണ്. ഇത് ഓരോന്നായി പരിശോധിച്ച് നോക്കിയാലും നമുക്ക് കാണാം പലതരം മൃഗങ്ങളിലൂടെ ഈ രോഗങ്ങൾ മനുഷ്യരിൽ എത്തിപ്പെടുന്നു എന്നുള്ള കാര്യം. പൊതുവിൽ ഈ രോഗാണു സംക്രമണം മനുഷ്യ സമൂഹം മാത്രമല്ല, അതല്ലാതെയുള്ള ഒരു വന്യജീവികളുണ്ട്, വളർത്തുജീവികളുണ്ട്, മനുഷ്യരുണ്ട്. ഇവയെല്ലാം തന്നെ പല രോഗങ്ങളുടെ കേസിലും ഇവയെല്ലാം തമ്മിൽ ബന്ധിപ്പിക്കുന്ന രീതിയിൽ പ്രാണികളുമുണ്ട്. പ്രാണികൾ വാഹക ജീവികളായി വെക്ടേഴ്സ് ആയിട്ട് ഒരു ജീവിയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ജീവിവർഗത്തിൽ മറ്റൊരു ജീവിവർഗത്തിലേക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. അപ്പൊ ഈ 4 ഗ്രൂപ്പുകളും പരസ്പര ബന്ധിതമായി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ രോഗാണുക്കളെ കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്ന ഒരു രീതി, ഒരു സിസ്റ്റം ആയി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ ഈ ലോകത്തെ പറ്റി കൂടുതൽ മനസ്സിലാക്കുക എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷെ ഭാഗ്യവശാൽ ഇന്ന് സയൻസ് നമ്മളെ ഇതിനെ വളരെ വിശദമായ രീതിയിൽ ഇത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നു. 1-2 രോഗങ്ങളെ പറ്റി ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് പോവാം. ഒന്ന് റാബീസ്, പേവിഷബാധ. 59,000 പേര്, ഒരിക്കലും ഒരാള് പോലും സത്യത്തിൽ റേബീസ് കൊണ്ട് മരിക്കാൻ പാടില്ല ഇന്നത്തെ ലോകത്തിൽ. പക്ഷെ 59,000 ആളാണ് ലോകത്തിൽ ഈ പേവിഷബാധ കൊണ്ട് മരിച്ചത്. കേരളത്തിൽ മാത്രം കഴിഞ്ഞ വർഷം 10 മരണങ്ങൾ ഉണ്ടായി. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണിത്. 2.9 കോടി പേര് ഇന്നും കുത്തിവയ്പ്പ് എടുക്കേണ്ടി വരുന്നു. 300 കോടിയോളം ഡോളറാണ് കണക്കാക്കപ്പെടുന്ന നഷ്ടം. പ്രധാനമായിട്ടും തെരുവ് നായ്ക്കളാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ഈ വൈറസുകളെ ഇതാക്കുന്ന. അപ്പൊ ഇത്തരത്തിൽ ആ തെരുവ് നായ്ക്കൾ എന്തുകൊണ്ട് വരുന്നു എന്നുള്ള വേറൊരു ഇഷ്യൂ ആണ്. അപ്പോ പരിസ്ഥിതിയും മൃഗങ്ങളും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെ കാണിക്കുന്ന ഏറ്റവും നല്ലൊരു ഉദാഹരണം തന്നെയാണ് ഈ റേബീസ് പേവിഷബാധ എന്നുള്ളത്. പ്രാണികൾ പരത്തുന്ന രോഗങ്ങൾ, പലതരം പ്രാണികളും രോഗം പരത്താം. ചെള്ളുകൾ, മൂട്ടകൾ, പേനുകൾ, കൊതുക്, ഈച്ച. ടൈഫസ് രോഗം എന്ന് പറഞ്ഞ രോഗം ഒരു തരം ബാക്ടീരിയ പരത്തുന്ന ടൈഫസ് രോഗം പേനുകൾ, ഒരു തരത്തിലുള്ള പേനുകളാണ് പരത്തുന്നത്. ബോഡി ലൗസ് എന്ന് പറഞ്ഞ ശരീരത്തിന്റെ തലയിലല്ലാതെ മറ്റ് ഭാഗത്തുണ്ടാവുന്ന പേനുകൾ, ഇത് പരത്തുന്ന എപ്പിഡമിക് ടൈഫസ് എന്ന് പറഞ്ഞ രോഗം. ഇത് പണ്ട് യുദ്ധങ്ങളിൽ പട്ടാളക്കാരുടെ ഇടയിൽ പെട്ടെന്ന് പടർന്നു പിടിക്കുമായിരുന്നു. നെപ്പോളിയൻ റഷ്യ ആക്രമിച്ച സമയത്ത് റഷ്യയില് പിന്തിരിഞ്ഞോടി തിരിച്ചു പോകേണ്ടി വരുന്നതിനുള്ള പ്രധാന കാരണം എപ്പിഡമിക് ടൈഫസ് എന്ന് പറഞ്ഞ രോഗമായിരുന്നു എന്ന് അറിയാം നമുക്ക്. അപ്പൊ അത്ര ചരിത്രത്തെ പോലും ബാധിക്കുന്ന വലിയ വലിയ രോഗങ്ങൾ ഇത്തരത്തിലുള്ള പകർച്ചവ്യാധികളായിരുന്നു എന്നും നമുക്ക് കാണാവുന്നതാണ്. കൊതുക് പരത്തുന്ന രോഗങ്ങൾ തന്നെ നിരവധി രോഗങ്ങൾ കൊതുക് പരത്തുന്നുണ്ട്. മലമ്പനി മന്തും പണ്ടേ നമ്മുടെ കൂടെയുള്ള രോഗങ്ങൾ. ഇപ്പോൾ താരതമ്യേന പുതുതായി വന്നതാണ് ഡെങ്കിപ്പനിയും ചിക്കൻ ഗുനിയും സിക്ക രോഗവും ഒക്കെ. എയ്ഡിസ് വിഭാഗത്തിൽപ്പെട്ട കൊതുകുകൾ പരത്തുന്ന രോഗങ്ങളാണ് ഇവയെല്ലാം. ആഗോളതാപനവും അതുപോലെയുള്ള രോഗാണുവാഹക പ്രാണികളുടെ വ്യാപ്തിയിലുണ്ടാവുന്ന മാറ്റങ്ങളും ഒക്കെ തന്നെ ഇത് പ്രാണികളുടെ ഇതിലും മാറ്റങ്ങൾ വരുത്താം. ഇപ്പൊ കൊതുക് തന്നെ 2020 ഇപ്പൊ ഇതാണ് സ്ഥിതിയെങ്കിൽ 2080 ആകുമ്പോഴേക്ക് ഈ ഇന്നുള്ള ആഗോള താപനം ഇതേപോലെ നിലനിൽക്കുകയും കാലാവസ്ഥയിൽ മാറ്റം വരികയും ചെയ്ത കൊതുകുകൾ മുമ്പുണ്ടാവാത്ത സ്ഥലങ്ങളിലൊക്കെ എയ്ഡിസ് കൊതുകുകൾ എത്തിപ്പെടുമെന്നും അവിടെയൊക്കെ തന്നെ ഡെങ്കിയും അതുപോലെയുള്ള രോഗങ്ങളും ഒക്കെ എത്തിപ്പെടുമെന്നും കണക്കാക്കപ്പെട്ടിട്ടുണ്ട്. വയനാട്ടില് മലപ്പുറത്തെ ചില പ്രദേശങ്ങളിലൊക്കെ ഇപ്പൊ പുതുതായി കണ്ടുവരുന്ന രോഗമാണ് കുരങ്ങ് പനി എന്ന പേരിൽ അറിയപ്പെടുന്ന കാസനൂർ ഫോറസ്റ്റ് ഡിസീസ്, KFD എന്ന് പറഞ്ഞ. പണ്ട് കർണാടകയിലുള്ള ഒരു പ്രദേശത്തുള്ള കാസനൂർ എന്ന് പറഞ്ഞ ഒരു കാട് പ്രദേശം, അവിടെ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ഒരു രോഗം. ആ രോഗം ഇന്ന് കുരങ്ങുകൾ ഈ രോഗവും വഹിച്ച് കുരങ്ങുകളുടെ മുകളിലുള്ള ചെള്ളുകളാണ്. ആ ചെള്ളും കുരങ്ങും വയനാട്ടിലും മറ്റുള്ള പ്രദേശങ്ങളിലും എത്തിപ്പെട്ടിരിക്കുന്നു. അവിടെ നിന്ന് മനുഷ്യരിലേക്ക് വരാൻ തുടങ്ങിയിരിക്കുന്നു. ഇങ്ങനെയാണ് രോഗങ്ങൾ മാറുന്നതും മറ്റുള്ള പ്രദേശങ്ങളിലേക്കൊക്കെ തന്നെ വ്യാപിക്കുകയൊക്കെ ചെയ്യുന്നതിന്റെ നല്ലൊരു ഉദാഹരണം കൂടിയാണ് കുരങ്ങുപനി. ജന്തുജന്യ രോഗങ്ങൾക്ക് എതിരെയുള്ള പ്രതിരോധ മാർഗങ്ങൾ എന്തെല്ലാമാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ? ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് വ്യക്തി ശുചിത്വം തന്നെയാണ്. മൃഗങ്ങളെ ആയിട്ട് ബന്ധപ്പെടുന്നത്, പ്രത്യേകിച്ചും രോഗമുള്ള ഒരു മൃഗത്തെ നമ്മൾ കൈകാര്യം ചെയ്യുന്ന സമയത്ത് എപ്പോഴും സോപ്പും
ഗംബൂട്ട്, കയ്യുറ, മാസ്ക് മുതലായിട്ട് നമ്മളെ അതിൽ നിന്ന് ആ അണു നമ്മളെയും ബാധിക്കാം, നമ്മളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് വരാം എന്നുള്ള ബോധം എപ്പോഴും ഉണ്ടായിരിക്കണം. അതുകൊണ്ട് ഇതൊക്കെ തന്നെ ഉപയോഗിച്ച് വേണം ഇത്തരത്തിലുള്ള മൃഗങ്ങളുമായി ഇടപഴകാൻ എന്നുള്ളതാണ് ഒരു കാര്യം. അതുപോലെ പ്രതിരോധ ശേഷി കുറഞ്ഞ ആൾക്കാർ, വളരെ പ്രായമുള്ളവര്, അല്ലെങ്കിൽ ഗർഭിണികള്, രോഗത്തെ ചെറുക്കാനുള്ള ശക്തി കുറവുള്ളവര്, ചെറിയ കുട്ടികൾ, ഇങ്ങനെയുള്ളവരൊക്കെ മൃഗങ്ങളുമായിട്ടുള്ള സമ്പർക്കം കുറയ്ക്കുന്നത് തന്നെയാണ് തീർച്ചയായിട്ടും നല്ലത്. പ്രത്യേകിച്ചും രോഗമുള്ള മൃഗമാണെങ്കിൽ ഒരിക്കലും അത്തരത്തിലുള്ള സമ്പർക്കം ഉണ്ടാകരുത്. മൃഗങ്ങളുടെ ആരോഗ്യവും വളരെ പ്രധാനപ്പെട്ട. മൃഗങ്ങൾക്ക് രോഗം അധികം വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ ആരോഗ്യം സംരക്ഷിക്കുന്ന പോഷക ആഹാരം, സമൃദ്ധമായിട്ടുള്ള ഭക്ഷണം, ശുചിത്വമായ വായുസഞ്ചാരമുള്ള പാർപ്പിട സൗകര്യങ്ങളും, സാംക്രമിക രോഗം ഉണ്ടെങ്കിൽ ഉടനെ ചികിത്സിക്കുക മുതലായ കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട. ഇന്ന് പലതരം വാക്സിനേഷൻസ്, മൃഗ വാക്സിനേഷനുകൾ ലഭ്യമാണ്. എലിപ്പനിക്കും പേവിഷബാധയ്ക്കും വ്യാപകമായിട്ട് ഇന്ന് ഉപയോഗിക്കുന്നുണ്ട് ഈ വാക്സിൻ. കൂടാതെ ബ്രുസല്ലോസിസ്, ആന്ത്രാക്സ് മുതലായിട്ട് രോഗങ്ങൾക്കും എതിരെയുള്ള വാക്സിനേഷൻ ഉണ്ട്. അപ്പൊ മൃഗങ്ങൾക്ക് ഇത്തരത്തിലുള്ള വാക്സിനേഷൻ എടുക്കുകയാണെങ്കിൽ മനുഷ്യരിൽ ഈ രോഗങ്ങൾ വരാതിരിക്കാനുള്ള ഒരു വലിയൊരു പ്രൊട്ടക്ഷൻ കൂടി ആണ് ഇത് എന്നുള്ളത് കാണണം. നമ്മൾ മനുഷ്യരും മൃഗങ്ങളും നമ്മൾ പങ്കിടുന്ന ഈ ആവാസ വ്യവസ്ഥയും അതിലെ മാറ്റങ്ങൾ, പരിസ്ഥിതിയിൽ വരുന്ന മാറ്റങ്ങൾ, ഇവയും പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാവാം എന്നുള്ളത് ആണ് അതിൽ രണ്ടാമതായിട്ട് പറയേണ്ട ഒരു കാര്യം. അപ്പൊ ഈ പരിസ്ഥിതിയെ പറ്റി നമ്മൾ പറയുന്ന സമയത്ത് പരിസ്ഥിതിയും ആരോഗ്യവും എന്ന് പറയുന്നത് ഒരു സയൻസ് കൂടിയാണ്. പരിസ്ഥിതി ശാസ്ത്രം, പരിസ്ഥിതി പഠനം ഒരു സയൻസ് ആണ്. അപ്പോൾ സയന്റിഫിക് ആയിട്ട് തന്നെ ഈ കാര്യങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ആരോഗ്യത്തിന്റെ കാര്യത്തിൽ പാരിസ്ഥിതികമായ കാരണങ്ങൾ കൊണ്ട് വരുന്ന രോഗങ്ങൾ, ആ രോഗങ്ങളെ കൃത്യമായി തന്നെ നമുക്ക് അളക്കാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഇന്നുണ്ട്. ഇതുമൂലമുള്ള മരണങ്ങൾ, ഇതുമൂലമുള്ള രോഗാതുരത, കൂടാതെ ലോകാരോഗ്യ സംഘടനയ്ക്ക് ഉപയോഗിക്കുന്ന മറ്റൊരു കാര്യം രോഗം കാരണം നഷ്ടപ്പെട്ട ജീവിത വർഷങ്ങൾ എത്രയെന്നുള്ളത്, ഡാലി, ഡിസബിലിറ്റി അഡ്ജസ്റ്റഡ് ലൈഫ് ഇയേഴ്സ് എന്ന് പറയാം. ഇത് കൂടുതൽ സാമ്പത്തികമായിട്ടുള്ള കണക്ക് കൂട്ടലുകൾക്കാണ് ഈ കണക്കുകൾ കൂടുതൽ ആവശ്യം. കാരണം ഒരു രോഗം കാരണം എത്ര നഷ്ടം ഉണ്ടാവുന്നുണ്ട്, അതുകൊണ്ട് എത്ര പണം നമ്മൾ ചെലവാക്കി കഴിഞ്ഞാൽ ഈ നഷ്ടം ഇല്ലാതാക്കാൻ കഴിയും മുതലായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഇത്തരം കണക്കുകളുടെ പ്രാധാന്യം അവിടെയാണുള്ളത്. ആകെ ലോകത്തിലുള്ള മരണങ്ങളിൽ 24%, അതായത് ഏതാണ്ട് 1/4 മരണങ്ങളും നിയന്ത്രിക്കാൻ കഴിയുന്ന പാരിസ്ഥിതികമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടാണ് കണക്കാക്കുന്നത്. 5 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ ഇത് 28% വരെയാണ്. അപ്പൊ 1/4 മരണങ്ങൾ നമുക്ക് അതിൽ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി കഴിയുന്നത്. ചില മരണങ്ങൾ വളരെ പ്രായമായി ആൾക്കാർ മരിക്കുന്നത് നമുക്കൊന്നും ചെയ്യാൻ വേണ്ടി കഴിയില്ല. ഇത് പക്ഷെ കൂടുതൽ നിയന്ത്രണങ്ങൾക്ക് വിധേയമാവുന്നവയാണ്. ഇത്തരത്തിലുള്ള രോഗങ്ങൾ, പാരിസ്ഥിതിക കാരണങ്ങൾ കൊണ്ടുള്ള മരണങ്ങൾ, അതിന്റെ തോത് ലോക രാജ്യങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും അധികമുള്ളത് ആഫ്രിക്കൻ രാജ്യങ്ങളിലാണ്. 30 മുതൽ 35% അവിടെ ഇത്തരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാകുന്നത്. പിന്നെ നെക്സ്റ്റ് വരുന്നത് ഇന്ത്യയും അടുത്തുള്ള രാജ്യങ്ങൾ, ഏഷ്യയിലുള്ള തെക്കൻ ഏഷ്യ, പശ്ചിമേഷ്യ രാജ്യങ്ങളിലാണ് ഏറ്റവും അധികം ഈ രോഗങ്ങൾ പിന്നീട് കൂടുതലുള്ളത്. ഏറ്റവും കുറവുള്ളത് വടക്കൻ അമേരിക്കയിലും യൂറോപ്പിലും ഓസ്ട്രേലിയ പോലെയുള്ള രാജ്യങ്ങൾ. അപ്പോൾ ഏതാണ്ട് സാമ്പത്തിക സ്ഥിതിയുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ രോഗങ്ങൾ. ഈ ഗ്രാഫിൽ കാണിച്ചിരിക്കുന്നത് മനുഷ്യ വികസന സൂചിക, ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് HDI, അത് കൂടുന്നതിനനുസരിച്ച്. അപ്പൊ 0.38 എന്ന് പറഞ്ഞാൽ വളരെ കുറവ് HDI ഉള്ള വളരെ അതിദരിദ്രമായിട്ടുള്ള രാജ്യം, ആ ഒരു അതിദരിദ്ര രാജ്യത്തിൽ നിന്ന് സമ്പന്നമായിട്ടുള്ള 0.91 ഉള്ള ഒരു രാജ്യമായി വരുമ്പോഴേക്ക് ഈ പാരിസ്ഥിതിക കാരണങ്ങൾ കൊണ്ടുള്ള രോഗങ്ങൾ 68% അത്തരത്തിലുള്ള അതിൽ നിന്ന് ഒരു 7% കുറയ്ക്കുന്നു. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ സമൂഹങ്ങളുടെ സാമൂഹ്യ സാമ്പത്തിക സ്ഥിതിയും ആയി നേരിട്ട് ബന്ധമുള്ള ഒരു കാര്യം കൂടെയാണ് ഈ പാരിസ്ഥിതിക ജന്യ രോഗങ്ങൾ. ഇവയെ കൃത്യമായി പഠിക്കാനുള്ള പഠന രീതികളുണ്ട്. അതിൽ പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, ഒന്ന് കാര്യകാരണ ബന്ധങ്ങൾ പഠിക്കുകയാണെങ്കിൽ, അതായത് ഒരു വസ്തു ഇന്ന രോഗം ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യം നമ്മൾ ഉത്തരം പറയണമെന്നുണ്ടെങ്കിൽ ആ കാര്യകാരണ ബന്ധം
അറിയാൻ വേണ്ടി വ്യത്യസ്ത പഠന രീതികളുണ്ട്. അതിലേറ്റവും ആദ്യമായിട്ട് ജൈവശാസ്ത്രപരമായിട്ട് സാധ്യത. അതായത് ഇങ്ങനെയുള്ളൊരു വസ്തു, ഇങ്ങനെയുള്ള രോഗം ഉണ്ടാക്കാനുള്ള ബയോളജിക്കലായിട്ട് ഇപ്പൊ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം. ജീവശാസ്ത്രം, ബയോളജിയിൽ ഇങ്ങനെ ഒരു സാധ്യത ഉണ്ടോ എന്നുള്ളത് നോക്കിയാൽ തന്നെ ചിലത് ഉടനെ തള്ളിക്കളയാൻ വേണ്ടി കഴിയും. അങ്ങനെ ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അത് ഫർദർ ആയിട്ട് പിന്നീടുള്ള പഠനങ്ങൾക്ക് വിധേയമാക്കുന്നു. ആദ്യം പലതും ചെയ്യുന്നത് ലബോറട്ടറി കോശങ്ങളിലുള്ള പഠനങ്ങളാണ്, ലാബിൽ തന്നെയുള്ള പഠനം. ഉദാഹരണത്തിന് ഒരു വസ്തു, ഒരു രാസവസ്തു ക്യാൻസർ ഉണ്ടാക്കുന്നുണ്ടോ എന്ന് നമുക്ക് അറിയണം. അപ്പൊ ആദ്യം ചെയ്യുക ലബോറട്ടറി കോശങ്ങളിൽ ഈ വസ്തു പ്രയോഗിച്ചിട്ട് കോശങ്ങളിൽ എന്തെങ്കിലും മാറ്റം വരുത്തുന്നുണ്ടോ. അങ്ങനെ ഒരു മാറ്റവും വരുത്തുന്നില്ല എന്ന് കണ്ടാൽ പിന്നീട് മറ്റു പഠനങ്ങളിലേക്ക് പോകണം തന്നെയില്ല, ആ പഠനം അവിടെ വെച്ച് നിർത്താം. അങ്ങനെ പക്ഷെ മാറ്റങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പിന്നീട് അത് മൃഗങ്ങളിൽ ഉള്ള പഠനങ്ങൾ വഴി ആ മൃഗങ്ങളിലും ഈ മാറ്റങ്ങൾ വരുന്നുണ്ട്, അതിന് സാധ്യതയുണ്ടെന്ന് കണ്ടാൽ പിന്നീട് മനുഷ്യരിലേക്കുള്ള പഠനങ്ങൾ. അപ്പൊ മനുഷ്യരിലെ ഇക്കോളജിക്കൽ ഡാറ്റ പല പ്രദേശത്തൊന്നും ഒക്കെയുള്ള ഡാറ്റ ശേഖരിച്ചുള്ള പഠനങ്ങളായിരിക്കാം, അല്ലെങ്കിൽ എപ്പിഡമിയോളജി പഠനങ്ങൾ, മനുഷ്യരിൽ തന്നെയുള്ള പഠനങ്ങൾ. ഇത്തരത്തിൽ പല രീതിയിലുള്ള പഠനങ്ങൾക്ക് ശേഷമാണ് ഇത്തരം കാര്യങ്ങൾ നിശ്ചയിക്കുന്നത്. നമ്മുടെ ഇവിടെ പലപ്പോഴും പല കാര്യങ്ങളെ പറ്റി നമ്മൾ പറയുന്നത് ഇതാ, ഇന്ന സാധനം ക്യാൻസർ ഉണ്ടാക്കുന്നു, ഈ പപ്പായ ക്യാൻസർ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ പപ്പായ വൃക്കകളുടെ ഇതുണ്ടാക്കുന്നു, മുതലായിട്ടുള്ള ഇത്തരത്തിൽ ഓരോ കാലത്ത് ഇങ്ങനെ മാറി മാറി വരും ഈ കാര്യങ്ങള്, സന്ദേശങ്ങളൊക്കെ നമുക്ക് വാട്സപ്പിൽ കിട്ടാറുണ്ട്. പലപ്പോഴും നമ്മളിത് ചോദിക്കുന്നില്ല, ഇതിന് എന്താണ് ഈ കാര്യത്തിൽ പഠനങ്ങൾ നടത്തുന്നത് എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ പലതിലും ഒന്നും ഉണ്ടാവില്ല. ഒരു ജൈവശാസ്ത്ര സാധ്യത ഉണ്ടാവില്ല, ലബോറട്ടറി പഠനം ഉണ്ടാവില്ല, മൃഗങ്ങളുടെ പഠനമില്ല, എപ്പിഡമിയോളജി പഠനമില്ല, ഒന്നും തന്നെ ഇല്ല. എപ്പിഡമിയോളജി പഠനങ്ങളാണ് ഏറ്റവും അന്തിമമായി നമ്മൾ ഈ കാര്യം നിർണ്ണയിക്കാൻ വേണ്ടി പഠിക്കുന്നത്. അതായത് അപായ സാധ്യത ഉള്ള വസ്തുവുമായി സമ്പർക്കപ്പെട്ടവരിലും ഇല്ലാത്തവരിലും തമ്മിലുള്ള നിരക്കുകളിലുള്ള വ്യത്യാസം. രണ്ട് തരം പഠനങ്ങളുണ്ട്, കേസ് കൺട്രോൾ പഠനം, കൊഹോർട്ട് പഠനം എന്നുള്ളത്. ഈ കൊഹോർട്ട് പഠനങ്ങളാണ് വളരെ വിശ്വസനീയമായിട്ടുള്ള പഠനം. രണ്ട് ഉദാഹരണങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വളരെ പ്രസിദ്ധമായിട്ടുള്ള കൊഹോർട്ട് പഠനമാണ് ബ്രാഡ്ഫോർഡ് ഹില്ലും റിച്ചർഡ് ഡോൾ എന്ന് പറഞ്ഞ രണ്ട് ശാസ്ത്രജ്ഞർ നടത്തിയിട്ടുള്ള പുകവലിയും ക്യാൻസറും തമ്മിലുള്ള ബന്ധം. അതായത് പുകവലി ഒരു ഡോക്ടർമാരെ കുറെ ഇന്ന ഒരു പ്രത്യേക കാലഘട്ടത്തിൽ പാസ്സായിട്ടുള്ള കുറെ ഡോക്ടേഴ്സിന്, അങ്ങനെയുള്ളവര് എത്ര പേര് പുകവലിക്കാരുണ്ട്, പുകവലിക്കാത്തവരുണ്ട്, അവര് അനേക വർഷം പഠിച്ച് ഇവർക്ക് എത്ര പേർക്ക്, പുകവലിക്കാരിൽ എത്ര പേർക്ക് ക്യാൻസർ വരുന്നു, പുകവലിക്കാത്തവരിൽ എത്ര പേർക്ക് ക്യാൻസർ വരുന്നു എന്നുള്ള കണക്കുകൾ നോക്കിയിട്ടാണ് ക്യാൻസറും പുകവലിയും തമ്മിലുള്ള, ശ്വാസകോശ ക്യാൻസറും പുകവലിയും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്, തീർച്ചയായിട്ടും അതൊരു കാരണ ബന്ധമുണ്ട് എന്ന് തെളിയിക്കുന്നത്. അതുപോലെ ഹാർട്ട് അറ്റാക്കും മറ്റേ കൊളസ്ട്രോള്, രക്തസമ്മർദ്ദം മുതലായിട്ടുള്ള കാര്യങ്ങളുമായിട്ടുള്ള ബന്ധം, ഇത് ഫ്രാമിംഗ്ഹാം എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത്, അമേരിക്കയില് ഉള്ള ഒരു സ്ഥലത്ത് നടത്തിയ ഒരു കൊഹോർട്ട് പഠനത്തിലൂടെയാണ് ഈ കണക്കുകൾ ആദ്യമായിട്ട് കിട്ടുന്നത്. അപ്പൊ അത്തരത്തിലുള്ള പ്രധാനപ്പെട്ട പല കണ്ടുപിടുത്തങ്ങളും ഇത്തരത്തിലുള്ള എപ്പിഡമിയോളജി പഠനങ്ങളിലൂടെയാണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഇത്തരം പഠനങ്ങളിലൂടെ നമ്മൾ കാര്യകാരണ ബന്ധങ്ങളെ പറ്റി പഠിക്കുമ്പോൾ, ഇന്ന സാധനം ഉണ്ടാക്കുന്നു എന്നുള്ളത് അങ്ങനെ വെറുതെ പറയാൻ മാത്രമല്ല, അപായ സാധ്യതകളാണ് നമ്മൾ പറയുന്നത്. ഇന്ന വസ്തു ഇന്ന രോഗമുണ്ടാക്കാൻ ഇത്ര സാധ്യതയുണ്ട്, ആ രീതിയിലാണ് അതിനെപ്പറ്റി പറയുക. അപ്പൊ അങ്ങനെ ഉള്ള സാധ്യതകൾ പഠിക്കുന്നത് പ്രധാനമായിട്ടും ഒരു പരിസ്ഥിതിയിലുള്ള ഒരു അപായ ഘടകവും മനുഷ്യരിൽ തന്നെയുള്ള വ്യക്തിഗത സാധ്യത. കാരണം മനുഷ്യരും തമ്മിൽ, പല ആൾക്കാർ തമ്മിലും വ്യക്തിഗത സാധ്യതയിൽ വ്യത്യാസങ്ങൾ വരാം. അപ്പൊ ഈ അപായ ഘടകം, വ്യക്തിഗത സാധ്യത രണ്ടും കൂടെ കൂടുമ്പോഴാണ് അപായ സാധ്യത അല്ലെങ്കിൽ റിസ്ക് എന്ന് പറഞ്ഞ ആ ഒരു കാര്യം കണ്ടെത്തുന്നത്. അപ്പൊ എല്ലാ വസ്തുക്കളിലും ഇത്തരം പഠനം വഴി എത്രയാണ് റിസ്ക് എന്ന് പഠിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം. പരിസ്ഥിതിയും ആരോഗ്യവും രോഗമുണ്ടാക്കുന്ന പാരിസ്ഥിതിക ഘടകങ്ങൾ പ്രധാനമായും ഭൗതിക ഘടകങ്ങളും രാസപദാർത്ഥങ്ങളും ജൈവ കാരണങ്ങളുമാണ്. ഇതിലെ ഭൗതിക ഘടകങ്ങളിൽ സുനാമിയും വെള്ളപ്പൊക്കവും ഭൂമികുലുക്കവും പോലെയുള്ള നമ്മുടെ നിയന്ത്രണത്തിന് അതീതമായിട്ടുള്ള പല ഘടകങ്ങളും ഉണ്ട് ഒരു വശത്ത്.
അതല്ലാതെ നമ്മുടെ നിയന്ത്രണത്തിലുള്ള ഇലക്ട്രിസിറ്റിയോ റേഡിയേഷൻ, ശബ്ദ മലിനീകരണം, ഇതൊക്കെ നമ്മുടെ നിയന്ത്രണത്തിലുള്ളതാണ്. ഇപ്പം കാലാവസ്ഥ മാറ്റത്തിന്റെ ഭാഗമായി പലതരം മാറ്റങ്ങൾ ലോകത്ത് സംഭവിച്ചു. അതിതീവ്രമായിട്ടുള്ള മഴ, അതിഉഷ്ണം, അതിശൈത്യം, ഇങ്ങനെയുള്ളത് കാരണമുള്ള മറ്റുള്ള ഘടകങ്ങളുണ്ട്. ഇങ്ങനെ പലതിലും അപായം നമ്മുടെ കയ്യിലല്ല, നിയന്ത്രണാധീനമാണെങ്കിൽ പോലും അപായ സാധ്യത നേരിടുന്നവരെ നമുക്ക് അവരെ സംരക്ഷിക്കാനുള്ള നടപടികൾ എടുക്കാൻ വേണ്ടി കഴിയും. ഇതിപ്പോ വലതുവശത്ത് കാണിച്ചത് കേരളത്തിലുള്ള അപായ സാധ്യത മാപ്പുകളാണ്. വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളുള്ള ഈ മാപ്പുകൾ വഴി അങ്ങനെയുള്ള പ്രദേശത്തു നിന്ന് ആൾക്കാരെ മാറ്റി പാർപ്പിക്കാൻ വരാനുള്ള കാര്യങ്ങൾ വഴിയാണ് അതിനെ നേരിടുന്നത്. ശബ്ദ മലിനീകരണം ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം തന്നെയാണ്. കേൾവിക്കുറവും മൂളൽ ശബ്ദം മുതലായിട്ടുള്ള ഈ ചെവിയിൽ സ്ഥിരമായിട്ടുള്ള മൂളൽ, ടിനിറ്റസ് എന്ന് പറയുന്ന അതിനൊക്കെ പുറമെ ശബ്ദ മലിനീകരണം കാരണം ചിലപ്പോ ഹൃദ്രോഗം പോലെയുള്ള രോഗങ്ങൾ പോലും വർദ്ധിക്കാനുള്ള സാധ്യതയാണ്. ആ സാധ്യത ഹൃദ്രോഗം, നിങ്ങളുടെ ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള പല ക്യാൻസർ, ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള രോഗങ്ങൾക്കൊക്കെ ഒറ്റ കാരണം കൊണ്ടല്ല ഉണ്ടാകുന്നത്. ഇങ്ങനെ ഒറ്റ കാരണം കൊണ്ട് എനിക്ക് ക്യാൻസർ വന്നു അല്ലെങ്കിൽ അത് അങ്ങനെയല്ല, ബഹു കാരണങ്ങളാണുള്ളത്. മൾട്ടി ഫാക്ടോറിയൽ എന്നാണ് പറയുന്നത്. പല കാരണങ്ങളുണ്ട്. ഈ പല കാരണങ്ങളെല്ലാം കൂടെ കൂടിച്ചേർന്ന് ആണ് ഈ രോഗം വരുന്നത്. അതിൽ പല കാരണങ്ങളും ചെറിയ ചെറിയ പങ്കുണ്ടാവും. അതെല്ലാം കൂടെ വരുന്ന സമയത്ത് ഇത് ഓരോന്നും ഈ അപായ സാധ്യത വർദ്ധിപ്പിക്കും. അതെല്ലാം കൂടെ ചേർന്ന് ഉള്ള ഒരു സാധ്യതയാണ് അവസാനം ഇതിൽ കലാശിക്കുന്നത്. അപ്പോൾ ചെറിയ തോതിലാണെങ്കിൽ പോലും ശബ്ദമലിനീകരണം പോലെയുള്ള സംഗതി കൂടുതൽ ഈ സാധ്യത ഉണ്ടാക്കുന്നു. രാസപദാർത്ഥങ്ങൾ, നമ്മൾ ചുറ്റും ജീവിക്കുന്ന, നമ്മൾ ചുറ്റും പലതരത്തിലുള്ള രാസപദാർത്ഥങ്ങളാണുള്ളത്. കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്, വ്യവസായത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്, നമ്മുടെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന മരുന്നുകള്, പെയിന്റുകള്, ഡിറ്റർജന്റ്, സോപ്പ് മുതലായിട്ടുള്ള പലതരത്തിലുള്ള രാസപദാർത്ഥം. ഇങ്ങനെയുള്ള മിക്ക രാസപദാർത്ഥങ്ങളും അത് കൃത്യമായി ഉപയോഗത്തിൽ എത്തുന്നതിന് മുമ്പ് അനേക പഠനങ്ങൾ കഴിഞ്ഞു വരുന്നവയാണെന്ന് കൂടെ നമ്മൾ മനസ്സിലാക്കണം. പല കാര്യങ്ങളും അത്തരത്തിലുള്ള പഠനങ്ങളുണ്ട്. പക്ഷെ ചിലപ്പോഴൊക്കെ ഈ നിയമങ്ങളും പഠനങ്ങളും ഒക്കെ മറികടന്നുകൊണ്ട് എത്തിച്ചേരുന്ന സമയത്ത്, അത് സ്പ്യൂറിയസ് ആയിട്ടുള്ള മരുന്നുകൾ ഉൽപ്പാദിപ്പിക്കുന്ന സമയത്ത് ഇതൊന്നും പാലിക്കാതെ ഇത് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പെയിന്റ്, ഈയം കലർന്ന പെയിന്റുകൾ ചിലപ്പോൾ കുട്ടികൾക്ക് പലതരത്തിലുള്ള ന്യൂറോളജിക്കൽ രോഗങ്ങളൊക്കെ ഉണ്ടാക്കാം. പക്ഷെ ഈയം വരാൻ പാടില്ല പെയിന്റില്. പക്ഷെ ആ നിയമത്തെ മറികടന്നുകൊണ്ട് ചീപ്പായിട്ടുള്ള പെയിന്റ് ഉണ്ടാക്കുമ്പോൾ അതിൽ ഈയം കലർന്ന ഉണ്ടാവും. അപ്പോൾ ഇത്തരത്തിൽ ഉള്ള പ്രശ്നങ്ങളാണ് അതിൽ വരുന്നത്. അപ്പൊ അതില് ഈ നിയമങ്ങളും മറ്റും ഉള്ള അതിന്റെ പ്രാധാന്യം വളരെ വലുതാണ്, എത്ര കണ്ട് നമ്മൾ ഇതുണ്ടെന്നുള്ളത്. പക്ഷെ ഇവയൊക്കെ തന്നെ പഠിക്കപ്പെട്ടിട്ടുള്ളവയാണ്. ജൈവ കാരണങ്ങളുള്ളതാണ് ബാക്ടീരിയം, വൈറസും, പ്രോട്ടോസോവ, വിരകൾ, ഫംഗസ് പോലുള്ള നിരവധി രോഗാണുക്കൾ രോഗമുണ്ടാക്കുന്നവയായിട്ടുണ്ട്. അപ്പൊ ഈ രോഗാണുക്കളും രാസവസ്തുക്കളും ചിലപ്പോൾ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള പദാർത്ഥങ്ങളും മറ്റും വായുവിലും വെള്ളത്തിലും ഭക്ഷണത്തിലും എത്തിപ്പെടുമ്പോൾ അതുവഴി നമ്മുടെ ശരീരത്തിലും അല്ലെങ്കിൽ മൃഗങ്ങളുടെ ശരീരത്തിലും ഒക്കെ ഇവ എത്തിപ്പെടുന്ന സമയത്ത് അതിനെയാണ് നമ്മൾ മലിനീകരണം അല്ലെങ്കിൽ പൊല്യൂഷൻ എന്ന് പറയുന്നത്. അപായം ഉണ്ടാക്കാനുള്ള സാധ്യതയുള്ള വസ്തുക്കൾ നമ്മുടെ ശരീരത്തിനുള്ളിൽ എത്തിപ്പെടുന്ന സാഹചര്യം, അതാണ് മലിനീകരണം. വായു മലിനീകരണം ഉദാഹരണം പറഞ്ഞാൽ വീട്ടിന് അകത്തും പുറത്തുമുള്ള വായു മലിനീകരണം ഉണ്ടാകും. വീട്ടിനകത്ത് ഉള്ള വായു മലിനീകരണം പലപ്പോഴും ശ്രദ്ധിക്കപ്പെടുന്നില്ല. ഇന്ത്യ പോലെയുള്ള രാജ്യത്ത് ഏറ്റവും പ്രധാനമായ ഒരു വായു മലിനീകരണ സാധ്യത ഉണ്ടാവുന്നത് അടുപ്പുകളിൽ നിന്നാണ്. അടുപ്പുകളിൽ നിന്ന് ശ്വാസകോശ രോഗങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത എപ്പോഴും നിലനിൽക്കുന്നു. അപ്പൊ ഈ പുകയടുപ്പുകളിൽ വരുന്ന, അതുപോലെ ചെറിയ വ്യവസായ വീട്ടിനകത്ത് തന്നെയുള്ള ചെറിയ കുടിൽ വ്യവസായങ്ങൾ, പുറത്തുള്ള അന്തരീക്ഷ മലിനീകരണം വളരെ വലിയൊരു പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ നഗരങ്ങളിൽ വളരെ വലിയൊരു പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കും. അന്തരീക്ഷ മലിനീകരണം അളക്കുന്നതിന് ചില 6 നിർണായക മാലിന്യങ്ങളാണ് ഈ സാധാരണയായിട്ട് അളക്കുക. ഇവ മാത്രമല്ല വേറെ പല ഇതുമുണ്ട്. പക്ഷെ ഈ 6 അളന്നാൽ നമുക്കറിയാം പൊതുവിൽ മറ്റുള്ള എത്ര മാലിന്യം മലിനപ്പെട്ടിട്ടുണ്ട് വായു എന്നത്. ഈ വായു മലിനീകരണത്തിൽ കാർബൺ മോണോക്സൈഡ്, ഈയം, ഓസോൺ കണികകൾ, നൈട്രജൻ ഡയോക്സൈഡ്, സൾഫർ ഡയോക്സൈഡ് മുതലായിട്ടുള്ളവയെല്ലാം തന്നെ. ഇതില് ഓസോൺ എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് ലെവൽ ഓസോൺ,
ചെറിയ കണികകൾ, 2.5 മൈക്രോൺ മാത്രമുള്ള കണികകൾ, ഇവ വളരെ ഡേഞ്ചറസ് ആണ്. കാരണം ശ്വാസകോശത്തിനുള്ളിൽ അത് രക്തക്കൊള്ളികളിലേക്ക് ഉള്ളിലേക്ക് കയറും. അതിന് ചുറ്റും വേറെ പല വസ്തുക്കളും പറ്റിപ്പിടിച്ചിട്ടുണ്ടാവും. അവയും കൊണ്ടാണ് ഇത് നമ്മുടെ രക്തത്തിലേക്ക് നേരിട്ട് കയറുന്നത്. അപ്പൊ ഇവയൊക്കെ തന്നെ പല സോഴ്സിൽ നിന്ന് വരാം, വ്യവസായങ്ങളിൽ നിന്ന് വരാം. ഓട്ടോമൊബൈൽ എക്സോസ്റ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു ഇതാണ്. നമ്മുടെ കാറിൽ നിന്ന് ഒക്കെ വരുന്ന ആ എക്സോസ്റ്റിൽ നിന്ന് വരുന്ന വസ്തുക്കൾ, ഈ ഓസോണും കണികകളും ഒക്കെ വരാം. അപ്പോൾ പലപ്പോഴും നമ്മൾ പെട്രോൾ വാഹനങ്ങളെല്ലാം കൂടുതൽ ഉപയോഗിക്കുന്ന കാര്യം പറയുമ്പോൾ അതുവഴി വരുന്ന ആ കാർബണും പരിസ്ഥിതിയും കാലാവസ്ഥയും പറ്റിയൊക്കെ നമ്മൾ പറയുമ്പോൾ പലപ്പോഴും നമ്മൾ മറന്നു പോകുന്ന മറ്റൊരു കാര്യം കൂടെയുണ്ട്. കാരണം ഇത് നേരിട്ട് മനുഷ്യന്റെ ആരോഗ്യത്തെ കൂടെ ബാധിക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടെ. പുക വലിക്കാത്ത ഒരാളെ അപേക്ഷിച്ച് പുക വലിക്കുന്ന, ഹെവി ആയിട്ട് സ്മോക്ക് ചെയ്യുന്ന, കൂടുതൽ പുക വലിക്കുന്ന ഒരാൾക്ക് 25 ഇരട്ടി കൂടുതൽ സാധ്യതയുണ്ട് ഈ ക്യാൻസർ വരാൻ എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. റിസ്ക് എന്ന് പറഞ്ഞാൽ മദ്യം കൊണ്ട് തൊണ്ടയിലെ ക്യാൻസർ വരാനുള്ള ഇത് 1.5 ഇരട്ടി മാത്രമാണ്. ഈ പ്രോസസ് മീറ്റ് കാരണം ഉള്ള സാധ്യത 1.3 ഇരട്ടി മാത്രമാണ്. അപ്പൊ ഇതിൽ തന്നെയുള്ള വ്യത്യാസങ്ങളുണ്ട്. ഇതുകൂടെ നമ്മൾ പലപ്പോഴും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. വളരെ കൂടുതൽ സാധ്യതയുള്ളത് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുക, കുറവ് സാധ്യത മാത്രമേ ഉള്ളത് മിതമായ രീതിയിൽ ഉപയോഗിക്കുക എന്നുള്ള അതായിരിക്കണം ആ ഒരു പോളിസി കൊണ്ടുവരുന്ന സമയത്ത്. ഇതുകൂടെ പരിഗണിച്ചാണ് നമ്മൾ ചെയ്യുക. പലരും കീടനാശിനികള്, സിന്തറ്റിക് രാസപദാർത്ഥങ്ങളും കീടനാശിനികളും ക്യാൻസർ ഉണ്ടാക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള എല്ലാവരെയും അലട്ടുന്ന ഒരു ചോദ്യമാണ്. കാരണം പലപ്പോഴും നമ്മൾ ചോദിക്കുമ്പോൾ ഏറ്റവും ക്യാൻസർ വരാനുള്ള ഏറ്റവും പ്രധാന കാരണം എന്താണെന്ന് ചോദിച്ചാൽ പുകയിലൊന്നും അല്ല ആൾക്കാർ പറയാം. നമ്മുടെ പൊതുബോധത്തിലുള്ളത് എന്താ, ഭക്ഷണത്തിലെ വിഷമാണെന്നുള്ളതാണ്. അത്തരത്തിലുള്ള അങ്ങനെ ഒരു ബോധം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലുള്ള പഠനങ്ങൾ എന്താ കാണിക്കുന്നത്, എന്തെല്ലാം സാഹചര്യങ്ങളിലാണ് കീടനാശിനികളും രോഗങ്ങളും തമ്മിലുള്ള ബന്ധം. ഒന്ന്, ജോലി സംബന്ധമായി കീടനാശിനി തെളിക്കുക, അത് ഉപയോഗിക്കുക ഒക്കെ ചെയ്യുന്ന ആൾക്കാരിൽ പഠനങ്ങളുണ്ട്. ചെറിയ തോതിൽ ക്യാൻസർ സാധ്യത കൂടിയിട്ടുണ്ട്. ചില ക്യാൻസറുകൾ, ചില ലിംഫോമ മുതലായുള്ള ക്യാൻസറുകളുടെ സാധ്യത കൂടുന്നുണ്ട് എന്ന് പഠനങ്ങളുണ്ട്, തെളിവുണ്ട്. ഭക്ഷണത്തിലൂടെ ക്യാൻസർ വരുന്നത്, നമ്മൾ പറയുന്ന ഈ ഭക്ഷണത്തിലൂടെ വിഷം കൊണ്ട് എത്ര ക്യാൻസർ വരുന്നു വെച്ചാൽ ഒരു തെളിവും ഇല്ല. പല പഠനങ്ങൾ നടന്നിട്ടുണ്ട്, പക്ഷെ അത്തരത്തിലുള്ളതിനൊന്നും തെളിവില്ല. പക്ഷെ എങ്കിലും നമ്മൾ ഇപ്പോഴും ഇത് പറയുന്നു, വിഷരഹിത പച്ചക്കറി എന്നൊക്കെ പറഞ്ഞ് മാർക്കറ്റ് ചെയ്യുമ്പോൾ അത് കൊടുക്കുന്ന സന്ദേശം എന്താ, ബാക്കിയുള്ള പച്ചക്കറിയിലൊക്കെ വിഷമാണെന്നുള്ള ഒരു സന്ദേശം. പക്ഷെ അത്തരത്തിലുള്ള ഒരു സന്ദേശം കൊടുക്കാൻ മാത്രമുള്ള ഒരു തെളിവും ഇക്കാര്യത്തിൽ ഇല്ല. അന്തരീക്ഷത്തിൽ പ്രത്യേകിച്ചും ഈ ചില കീടനാശിനികളിൽ നിന്ന് വരുന്ന നശിക്കാത്ത മാലിന്യങ്ങൾ, അത് ഞാൻ അടുത്ത സ്ലൈഡിൽ വരും. അത് കാരണം അന്തരീക്ഷത്തിൽ വന്നിട്ട് പൊതുവിൽ ആഗോള വ്യാപകമായി ചില ക്യാൻസറുകൾ കൂടുന്നുണ്ടോ എന്നുള്ള ചോദ്യം ഇത് കൃത്യമായിട്ട് നമുക്ക് അറിയില്ല എന്നുള്ളതാണ് സത്യം. അതിനെപ്പറ്റി പഠനങ്ങൾ പഠിക്കുന്നുണ്ട്, പക്ഷെ കൃത്യമായിട്ട് നമുക്ക് അറിയില്ല. പക്ഷെ ആ ഒരു സാധ്യത കൂടെ വെച്ചുകൊണ്ടാണ് നമ്മൾ നയങ്ങൾ രൂപീകരിക്കുന്നത്. ഗർഭസ്ഥ ശിശുക്കളിൽ ഇതിനുള്ള സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ഗർഭസ്ഥ ശിശുക്കളിൽ ഈ കീടനാശിനികളും ഇത്തരത്തിലുള്ള ചില പദാർത്ഥങ്ങളും അവരുമായി കൂടുതൽ കോണ്ടാക്ട് ഉണ്ടെങ്കിൽ ഈ ഒരു പിന്നീട് അവർക്കല്ല, ശിശു വലുതായി കുറെ കഴിഞ്ഞാൽ ക്യാൻസർ വരാനുള്ള റിസ്ക് ഉണ്ട് എന്നുള്ളതും ആണ് ചില ഇന്നത്തെ പഠനങ്ങൾ കാണിക്കുന്നത്. ഏതെല്ലാം കീടനാശിനികളാണ് ഇന്ന് ഈ ലിസ്റ്റിലുള്ളത് ചോദിച്ചാൽ ആർസനിക്, ലിൻഡെയിൻ രണ്ടെണ്ണാണ് ഗ്രൂപ്പ് 1 ഇത് രണ്ടും ഇന്ന് വ്യാപകമായിട്ടുള്ള കൃഷി ഉപയോഗത്തിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഗ്രൂപ്പ് 2 മാലത്തയോണും ഗ്ലൈഫോസേറ്റ് എന്ന് പറഞ്ഞ ഒരു ഹെർബിസൈഡ്, ഡയാസിനോൺ 3 എണ്ണമാണ് ഗ്രൂപ്പ് 2A ഇപ്പോഴും നിലനിൽക്കുന്നത്. ഇതും ഇപ്പൊ നിയന്ത്രണങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊരുപാടെണ്ണം പഠന വിധേയമാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ കീടനാശിനി സിന്തറ്റിക് രാസപദാർത്ഥങ്ങൾ ഗർഭസ്ഥ ശിശുവിൽ ഉണ്ടാക്കുന്നത് 60 വർഷം മുമ്പ് കാലഘട്ടത്തിൽ പ്രസവിച്ചിട്ടുള്ള അമ്മമാരുടെ രക്തത്തിൽ അമേരിക്കയിലെ കാലിഫോർണിയയില് ഒരു ഹെൽത്ത് പ്ലാനിൽ, ഇൻഷുറൻസിലുള്ള അവരുടെ രക്തത്തിൽ DDT അളന്നിട്ട് അവർക്ക് ജനിച്ച കുട്ടികളിൽ എത്ര പേർക്ക് സ്തനാർബുദം വരുന്നുവെന്ന് കണ്ടെത്തുന്ന ഒരു പഠനം
നടത്തുകയുണ്ടായി. ആ ജനിച്ച കുട്ടികളിൽ DDT അളവ്, അമ്മമാരുടെ രക്തത്തിൽ DDT അളവ് കൂടുതലുള്ളവരിൽ കൂടുതൽ സ്തനാർബുദം 10, 50, 60 വയസ്സ് കഴിഞ്ഞതിന് ശേഷം ഈ കുട്ടികൾക്ക് വരാനുള്ള സാധ്യതയുണ്ടെന്നും ഈ അപായ സാധ്യത ഏതാണ്ട് 3.5 ഇരട്ടിയോളം സാധ്യതയുണ്ട് എന്നുള്ള ഈ ഒരു പഠനം, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പഠനമാണ്. കാരണം ഇതുകൂടെ നമ്മൾ എപ്പോഴും ഓർത്തിരിക്കണം. ഗർഭസ്ഥ ശിശുവിൽ വഴി പിന്നീട് ഈ ക്യാൻസർ റിസ്ക് വരാമെന്നുള്ളത്. കാരണം പല രോഗങ്ങളും ഇന്ന് വർദ്ധിക്കാൻ അന്തരീക്ഷത്തിൽ ഒക്കെയുള്ള മാലിന്യങ്ങൾ കാരണമാവുന്നുണ്ടോ എന്നുള്ള ചോദ്യം ചോദിച്ചാൽ അത് ഇതിനുള്ള ഒരു സാധ്യത ഈ വഴിയിലൂടെയാണ് കിട്ടുന്നത്. അല്ലാതെ ഭക്ഷണത്തിലൂടെ വിഷം തിന്ന് വരിക എന്നുള്ള സിമ്പിൾ ആയിട്ടുള്ള രീതിയിലല്ല ഇത് പലപ്പോഴും സംഭവിക്കുന്നത്. നശിക്കാത്ത രാസമാലിന്യങ്ങൾ POP എന്ന് പറയുന്നത്, ഇത് ദീർഘനാള് അന്തരീക്ഷത്തിൽ നിലനിൽക്കുകയും ഇവ പലതും ക്യാൻസറിനും ജനിതക തകരാറുകൾക്കും ഒക്കെ കാരണമായേക്കാം. പല കീടനാശിനികളും പ്ലാസ്റ്റിക് നശിക്കുമ്പോഴുള്ള പദാർത്ഥങ്ങളൊക്കെ ഈ ഇനത്തിൽ വരും. പെർസിസ്റ്റന്റ് എൻഡോസൾഫാൻ എന്ന് പറഞ്ഞ ഒരു കീടനാശിനി ഈ അടുത്ത കാലത്ത് നിരോധിക്കുകയോ അല്ലെങ്കിൽ കർശനമായ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരികയുണ്ടായി. സ്റ്റോക്ക്ഹോം കൺവെൻഷനിലാണ് ഇത്തരത്തിലുള്ള നശിക്കാത്ത രാസമാലിന്യങ്ങളെ പറ്റി പഠിക്കുകയും ഈ ശുപാർശകൾ കൊടുക്കുകയും ചെയ്യുന്നത്. സ്വീഡനിലുള്ള സ്റ്റോക്ക്ഹോമിൽ ആ സ്റ്റോക്ക്ഹോം കൺവെൻഷനില് 2015 എൻഡോസൾഫാൻ നിരോധിക്കാനുണ്ടായ കാരണം എൻഡോസൾഫാൻ ഇവിടെ ഒരുപാട് രോഗം ഉണ്ടാക്കുന്നു എന്നുള്ള തെളിവൊന്നും ഉണ്ടായിട്ടല്ല. അത്തരത്തിലുള്ള തെളിവൊന്നും കൃത്യമായിട്ട് നമുക്കില്ല. പക്ഷെ അതൊരു നശിക്കാത്ത രാസമാലിന്യമാണെന്നും അത് ക്യാൻസറിനും ജനിതക തകരാറുകൾക്കും കാരണമായേക്കാം എന്നുള്ള ഒരു സംശയം നിലനിൽക്കുകയും ചെയ്യുന്നത് കൊണ്ട് അത്തരത്തിലുള്ള പദാർത്ഥങ്ങളെ ഒഴിവാക്കുക എന്നുള്ളൊരു പോളിസിയുടെ ഭാഗമായിട്ട് കൂടിയാണ് അത് ചെയ്തത്. പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഇവയും ഈ ക്യാൻസർ ഹോർമോൺ വിരുദ്ധ പ്രവർത്തനങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതകൾ, പ്രത്യേകിച്ചും പ്ലാസ്റ്റിക്കുകൾ കത്തിക്കുമ്പോൾ ഇത്തരത്തിലുള്ള പദാർത്ഥങ്ങൾ അന്തരീക്ഷത്തിൽ എത്തുകയും അത് നശിക്കാത്ത മാലിന്യങ്ങളായിട്ട് നിലനിൽക്കുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകും. ആധുനിക കാലത്തെ വലിയ ഒരു വെല്ലുവിളിയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ്, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആന്റിബയോട്ടിക്കുകൾ. മനുഷ്യ രാശിയുടെ ആയുർദൈർഘ്യം വർദ്ധിപ്പിക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ച ഒരു ഔഷധ ഗ്രൂപ്പാണ് ആന്റിബയോട്ടിക്കുകൾ. കാരണം ഒരു കാലത്ത് ഒരു ചെറിയ മുറിവ് പോലും വന്നാൽ അത് പഴുത്ത് സെപ്റ്റിക് ആയിട്ട് ആള് മരിക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായി അത്തരത്തിലുള്ളതൊക്കെ തന്നെ ഇന്ന് ആന്റിബയോട്ടിക് കൊണ്ട് ചികിത്സിക്കാൻ പറ്റുന്നത് കൊണ്ട് നമുക്ക് ആ തരത്തിലുള്ള ഗുരുതര രോഗങ്ങളും മരണമൊക്കെ ഒഴിവാക്കാൻ വേണ്ടി കഴിയുന്നു. പക്ഷെ പല രോഗാണുക്കളും ഇന്ന് പ്രത്യേകമായിട്ടുള്ള പല ആന്റിബയോട്ടിക്കുകളെയും ചെറുക്കാനുള്ള ശേഷി നേടിക്കൊണ്ടിരിക്കുന്നു. അത് വളരെയധികം നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യമാണ്. ഇതിനുള്ള പ്രധാന കാരണം മനുഷ്യരിലും മൃഗങ്ങളിലും ഒക്കെ തന്നെ കൂടുതലായിട്ട് നമ്മൾ അനാവശ്യമായിട്ട് പോലും ഈ മരുന്നുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ചും ഇന്ത്യ പോലെയുള്ള രാജ്യത്ത്, ഇപ്പൊ ഇന്ത്യയും ഒരു യൂറോപ്യൻ രാജ്യവും തമ്മിലുള്ള ഒരു വ്യത്യാസം, നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ അവിടെ വെറുതെ ഒരു മരുന്ന് കടയിൽ പോയിട്ട് നിങ്ങൾക്ക് തോന്നുന്ന ആന്റിബയോട്ടിക് വാങ്ങിച്ച് കഴിക്കാൻ വേണ്ടി കഴിയില്ല. ഇവിടെ പക്ഷെ എനിക്ക് വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും, എനിക്ക് എറിത്രോമൈസിനോ ആംബിസിലിൻ അമോക്സിസിലിൻ എന്ത് വേണമെങ്കിൽ എനിക്ക് പോയി പറഞ്ഞാൽ മതി, കിട്ടും. ആ രീതിയിലുള്ള ദുരുപയോഗം കാരണം അനാവശ്യമായിട്ട് പോലും, അതായത് കൂടുതലായിട്ട് അണുക്കൾ ഇതിനെ ചെറുക്കാനുള്ള ശേഷി നേടാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ വർദ്ധിപ്പിക്കുകയാണ് അമിത ഉപയോഗം കൊണ്ട്. അതുകൊണ്ട് ചികിത്സയ്ക്ക് പ്രതികരിക്കാത്ത രോഗങ്ങൾ ഉണ്ടാവുന്നത് മാത്രമല്ല, ഇവയൊക്കെ അന്തരീക്ഷത്തിൽ എത്തിപ്പെടാനുള്ള സാഹചര്യങ്ങൾ, ആശുപത്രി മാലിന്യങ്ങളുടെ കൂട്ടത്തിൽ മരുന്നുകൾ ഉണ്ടെങ്കിൽ അത് ചുവേജിലേക്കും മറ്റും എത്തി അവിടെ അണുക്കളിലേക്ക് വരികയും ആ അണുക്കളിൽ നിന്ന് മറ്റു രോഗാണുക്കളിലേക്ക് എത്തിപ്പെടുകയും ഒക്കെ ചെയ്യുന്ന മൃഗങ്ങളുടെ വളർത്ത് ഫീഡിന്റെ കൂട്ടത്തിൽ ചിലപ്പോൾ ആന്റിബയോട്ടിക്കുകൾ കൊടുക്കും വളർച്ച കൂടാൻ വേണ്ടി. അപ്പോൾ ഈ മൃഗങ്ങളുടെ കുടലിൽ ഉള്ള അണുക്കളിൽ ചിലത് റെസിസ്റ്റന്റ് ആയി വരാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയാണ്. അപ്പൊ നമ്മളുടെ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് കാരണം ഈ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നത് തടയാൻ കണ്ട വളരെ വലിയ ഒരു ആവശ്യമെന്ന് നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഖരമാലിന്യങ്ങളുടെ പ്രശ്നം. ഇന്ന് ഞാൻ നേരത്തെ റേബീസിന്റെ സ്ലൈഡ് കാണിക്കുകയുണ്ടായി. റേബീസ് തെരുവ് നായ്ക്കളിലാണ് റേബീസ് ഉണ്ടാവുന്നത്. അതിന് പുറമെ ലെപ്റ്റോസ്പൈറോസിസ് രോഗം പോലെയുള്ള രോഗങ്ങൾ എലികളും കൂടെ തന്നെ നായ്ക്കളും ഇതാക്കുന്നുണ്ട്.
ഇവയെല്ലാം തന്നെ ഇത്തരത്തിൽ എലികളും നായ്ക്കളും ഒക്കെ ജീവിക്കുന്നത് നമ്മൾ സൃഷ്ടിക്കുന്ന ഈ മാലിന്യം, ഖര മാലിന്യങ്ങൾ, നമ്മൾ വലിച്ചെറിയുന്ന ഭക്ഷണ പദാർത്ഥങ്ങളും അതുപോലെയുള്ള വേസ്റ്റിൽ നിന്നാണ്. അതില്ലെങ്കിൽ ഇത് ഇത്രയധികം ഈ ജീവികൾക്ക് ജീവിക്കാൻ വേണ്ടി കഴിയില്ല. ഇപ്പൊ ലെപ്റ്റോപനിയുടെ ഒരു ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് കാലാവസ്ഥയും പരിസ്ഥിതിയും മൃഗങ്ങളും മനുഷ്യരും ഒക്കെ ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് നല്ല ഒരു ഉദാഹരണമാണ്. ലെപ്റ്റോപനി അല്ലെങ്കിൽ എലിപ്പനിക്ക് ശരിയായ പേര് ലെപ്റ്റോപനിയാണ്. കാരണം എലി മാത്രമല്ല ഈ രോഗം വരുന്നത്. ലെപ്റ്റോസ്പൈറോസിസ് എന്നാണ് രോഗത്തിന്റെ പേര്. ആ രോഗം വരാനുള്ള സാഹചര്യം എന്താ? മഴ പെയ്യുന്ന സമയത്ത്, കാലാവസ്ഥ മാറ്റത്തിന് ശേഷം മാറ്റത്തിന്റെ ഫലമായിട്ട് പലപ്പോഴും ഇപ്പോൾ ഉള്ളത് കുറച്ച് ദിവസം ഭയങ്കര ശക്തിയായിട്ട് മഴ പെയ്യും, പിന്നെ കുറച്ച് ദിവസം മഴ പെയ്യാതിരിക്കും. അപ്പൊ എന്താ പറ്റുക? വെള്ളം കെട്ടിക്കിടക്കും. അങ്ങനെ കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ ഈ നായ്ക്കൾ വന്നിട്ട് മൂത്രം ഒഴിക്കുന്നുണ്ടെങ്കിൽ ആ മൂത്രത്തിൽ നിന്നുള്ള ലെപ്റ്റോസ്പൈറോസിസ് അണുക്കൾ ഈ വെള്ളത്തിൽ കലരുകയും ഇതിലൂടെ നടക്കുന്ന മനുഷ്യരുടെ കാലിലൂടെ ഈ അണു അകത്ത് കയറി ഇവർക്ക് എലിപ്പനി ഉണ്ടാക്കുകയും ചെയ്യും. അപ്പൊ എന്തെല്ലാം തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളത് നമുക്ക് കാണാം ഇതിലൂടെ. ഖരമാലിന്യങ്ങളില് ഈ ടയറും പ്ലാസ്റ്റിക്കും അതുപോലെയുള്ള വസ്തുക്കൾ വേറൊരു പ്രശ്നം കൂടെയുണ്ട്. ഇവയില് മഴ പെയ്തു കഴിഞ്ഞാൽ ഇതിൽ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട്. അത് ആ ശുദ്ധജലം പെട്ടെന്ന് കെട്ടി നിൽക്കുന്ന ഈ വെള്ളത്തിലാണ് ഏഡിസ് കൊതുകുകൾ വന്ന് മുട്ടയിടുന്നത്. അങ്ങനെ ഏഡിസ് കൊതുക് മുട്ടയിട്ട് പെരുകുന്ന ആ കൊതുകിൽ നിന്നാണ് സിക്ക രോഗം അല്ലെങ്കിൽ ഡെങ്കിപ്പനിയും ചിക്കൻ ഗുനിയും ഒക്കെ തന്നെ ഉണ്ടാകുന്നത്. ഏറ്റവും പുതിയതായിട്ട് വന്നിട്ടുള്ള മറ്റൊരു മലിനീകരണ പ്രശ്നമാണ് ഈ വേസ്റ്റ് എന്ന് പറയുന്നത്. ഈ വേസ്റ്റ് വഴി പല അപായ സാധ്യതയുള്ള വസ്തുക്കൾ ഇവയിൽ അടങ്ങിയിരിക്കുന്നു. ഘനലോഹങ്ങൾ, ഈയം, രസം, കാഡ്മിയം, ക്രോമിയം, ബെറിലിയം, അതുപോലെ പോളിവിനൈൽ ക്ലോറൈഡ്, PVC, സൾഫർ, ഇവയൊക്കെ തന്നെ മനുഷ്യരുടെ ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. ഇത് തന്നെ അപായ സാധ്യത ഇത് കൈകാര്യം ചെയ്യുന്ന തൊഴിലാളികൾ, ചൈനയിലെ കുറെ പഠനങ്ങളുണ്ട് ഇപ്പോൾ ചൈനയിലെ ഇത് കൈകാര്യം ചെയ്യുന്ന തൊഴിലാളികളിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളെ പറ്റി. ഗർഭസ്ഥ ശിശുക്കൾ, കുട്ടികൾ എന്നുള്ളവരിലൊക്കെ തന്നെ ഇത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. മറ്റ് ജനറൽ പോപ്പുലേഷൻ നമുക്ക് അറിയില്ല. എന്തായാലും ഇത് ഇപ്പോഴേ നമ്മൾ നിയന്ത്രിച്ചില്ലെങ്കിൽ അത് വളരെ വലിയൊരു പ്രശ്നമായി പിന്നീട് മാറാനുള്ള സാഹചര്യം ഉണ്ടാവും. ഇതിനു വേണ്ടിയുള്ള റീസൈക്ലിങ്ങും നയങ്ങളും ഒക്കെ തന്നെ ഉണ്ടാക്കി എടുക്കേണ്ടതായിട്ട്. ചുരുക്കത്തിൽ ഈ മൃഗങ്ങളും മനുഷ്യരും പരിസ്ഥിതിയും ഒക്കെ ചേർന്നുകൊണ്ടുള്ള ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ ലോകത്തിൽ രോഗമുണ്ടാവുന്നതിൽ ഇവയ്ക്കെല്ലാം തന്നെ പരസ്പര ബന്ധിതമായ രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് നമുക്ക് അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്ന് മനുഷ്യരുടെ രോഗങ്ങളെ പറ്റി പഠിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്, കുറച്ച് ശാസ്ത്രജ്ഞരുണ്ട്, കുറെ ഇത് ചികിത്സിക്കുന്ന ഡോക്ടർമാരുണ്ട്. മൃഗങ്ങളുടെ രോഗങ്ങളെ പറ്റി പഠിക്കുകയും ചികിത്സിക്കുകയും ചെയ്യുന്ന കുറെ ഡോക്ടർമാർ വേറെ ഉണ്ട്. പരിസ്ഥിതിയിലുള്ള പ്രശ്നങ്ങൾ, കാലാവസ്ഥയിൽ വരുന്ന മാറ്റങ്ങൾ, ഇവയൊക്കെ പഠിക്കുന്ന വ്യത്യസ്ത ശാഖകളിലായിട്ടുള്ള ആൾക്കാരുണ്ട്. പക്ഷെ ഇവരാരും തന്നെ തമ്മിൽ മിണ്ടുക പോലും ചെയ്യാറില്ല. അത് കൊണ്ട് ഇനി നാളത്തെ പ്രശ്നങ്ങളെ നമുക്ക് നേരിടാൻ വേണ്ടി കഴിയില്ല. ഈ പ്രശ്നങ്ങളെ നേരിടണമെന്നുണ്ടെങ്കിൽ ഇവരെല്ലാം തന്നെ ഒന്നിച്ചിരുന്നു കൊണ്ട് ഒരു ടീമായി പണിയെടുക്കേണ്ട ആവശ്യമുണ്ട്. ഇവ ഒത്തുചേരേണ്ട ആവശ്യമുണ്ട്. അതുകൂടിയാണ് നമ്മൾ ഏകാരോഗ്യ സങ്കല്പത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ കൂട്ടായ്മകൾ രൂപീകരിക്കണം. അത് ഓരോ തലത്തിലും, ഇപ്പൊ പഞ്ചായത്ത് തലത്തിലും വേണം, അന്താരാഷ്ട്ര തലത്തിലും വേണം, എല്ലാ തലത്തിലും ഈ കൂട്ടായ പ്രവർത്തനം സയൻസ് ഉപയോഗിച്ചുകൊണ്ട്, ഇവരൊക്കെ തന്നെ പലതരത്തിലുള്ള സയൻസ് കൈകാര്യം ചെയ്യുന്നവരാണ്. പക്ഷെ ഇതൊക്കെ തന്നെ ഏകോപിപ്പിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. സമഗ്രമായ രീതിയിൽ കാര്യങ്ങൾ നോക്കിക്കാണുകയും പഠിക്കുകയും ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇതിനെ കൊടുത്തിട്ടുള്ള ഒരു നിർവചനം, ഏറ്റവും നല്ല ആരോഗ്യം കൈവരിക്കുന്നതിന് മനുഷ്യരും മൃഗങ്ങളും സസ്യങ്ങളും അവർ പങ്കിടുന്ന പരിസ്ഥിതിയും പരസ്പര ബന്ധിതമായി കണ്ടുകൊണ്ട് വിവിധ മേഖലകളിലും തൊഴിലുകളിലും ഏർപ്പെട്ടിരിക്കുന്നവർ പ്രാദേശിക, ദേശീയ, ആഗോള തലത്തിൽ സഹകരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഈ ഏകാരോഗ്യ സമീപനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതിന്റെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ റുഡോൾഫ് ഫിർക്കോ മുതൽ, ഫിർക്കോ ആണ് സൂണോസിസ്, മൃഗങ്ങളിലും മനുഷ്യരിലും ഒരേ രോഗം വരാം, അത്തരത്തിലുള്ള രോഗത്തിനിട്ട സൂണോസിസ് എന്നുള്ള പേര്. കാൽവിൻ ഷ്വാബെ എന്ന് പറഞ്ഞ ഒരു വെറ്റനറി സർജൻ, അദ്ദേഹമാണ് ആദ്യമായിട്ട് ഏക വൈദ്യം എന്നുള്ള ആ ഒരു പേര്, വൺ മെഡിസിൻ
എന്നുള്ള ഇത് നിർദ്ദേശിച്ചത്. 94-ൽ ഓസ്ട്രേലിയയിലെ ഹെൻഡ്ര വൈറസ്, നിപ്പ പോലെയുള്ള മറ്റൊരു വൈറസാണ് ഹെൻഡ്ര വൈറസ്, കുതിര വഴി വരുന്ന, വവ്വാലിൽ നിന്ന് കുതിരയിൽ വന്ന് വരുന്ന ആ സമയത്താണ് ഈ ഏകാരോഗ്യം എന്നുള്ള ഇത് വൺ ഹെൽത്ത് എന്നുള്ളത് കോയിൻ ചെയ്യുന്ന ആ സമയത്താണ്. 2002-ലെ സാഴ്സ് രോഗം വന്ന സമയത്താണ് ഏകലോകം ഏകാരോഗ്യം, വൺ വേൾഡ് വൺ ഹെൽത്ത് എന്നുള്ള ആ മുദ്രാവാക്യം വരുന്നത്. മാൻഹാട്ടൻ തത്വങ്ങൾ 2004-ലെ ഇതിലാണ് ഇത് കൂടുതൽ ഈ ആശയം വികസിപ്പിക്കുന്നതും കുറെ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുന്നതും. അതിന്റെ പ്രധാന നിർദ്ദേശങ്ങൾ മാൻഹാട്ടൻ തത്വങ്ങൾ, അമേരിക്കയിലുള്ള ന്യൂയോർക്കിലെ മാൻഹാട്ടനിൽ വെച്ചായതുകൊണ്ടാണ് അത് മാൻഹാട്ടൻ തത്വങ്ങൾ എന്ന് അറിയുന്നത്. മനുഷ്യാരോഗ്യവും മൃഗ പരിസ്ഥിതി സംരക്ഷണ ബന്ധവും, ഇവയുടെ പ്രാധാന്യം, അതുപോലെ ആഗോള വന്യജീവി ആരോഗ്യ നിരീക്ഷണ സംവിധാനങ്ങൾ, അതായത് നേരത്തെ പറഞ്ഞ പോലെ പുതിയ പലതരം രോഗങ്ങളും പാൻഡമിക്കുകളും ഒക്കെ വരുന്നതിന് ഇത് സ്ഥിരമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ പ്രാധാന്യം എന്താണ്, അന്താരാഷ്ട്ര വന്യജീവി മാംസ വ്യാപാരം നിയന്ത്രിക്കേണ്ടതിന്റെ ആവശ്യകത, വന്യജീവികളെ നശിപ്പിക്കുന്നത് മനുഷ്യാരോഗ്യം, വന്യജീവി ആരോഗ്യം, ഭക്ഷ്യസുരക്ഷ എന്നിവയ്ക്ക് ഗുരുതര ഭീഷണി ഉണ്ടെന്ന് വിവിധ മേഖലകളിൽ അംഗീകരിച്ചാൽ മാത്രമേ അങ്ങനെയുള്ള നടപടികൾ പാടുള്ളൂ എന്നുള്ളത്, അത്തരത്തിലുള്ള നശീകരണ കാര്യങ്ങൾ. അതുപോലെ മൾട്ടി ഡിസിപ്ലിനറി ആയിട്ടുള്ള അന്തർവൈജ്ഞാനിക ബഹുവൈജ്ഞാനിക സഹകരണാത്മകമായിട്ടുള്ള സമീപനം, അതിന്റെ ആവശ്യകത, മനുഷ്യരുടെയും മൃഗങ്ങളുടെ ആരോഗ്യ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള നിക്ഷേപം. ഇത്തരത്തിലുള്ള പകർച്ചവ്യാധികളും മറ്റും പടർന്നു പിടിക്കാൻ ഇടയാക്കുന്ന ലോകത്തിലുള്ള സാഹചര്യങ്ങൾ, ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് കാണേണ്ടതുണ്ട്. ഒന്ന്, നമ്മുടെ വിഭവങ്ങൾ, സമ്പത്ത് എന്നിവയുടെ കേന്ദ്രീകരണം. ആരോഗ്യ സംവിധാനങ്ങളൊക്കെ ഒരുപാട് മുന്നേറിയിട്ടുണ്ടെങ്കിലും എല്ലാവർക്കും കിട്ടുന്നില്ല എന്നുള്ള വസ്തുത, ഭരണപരമായിട്ടുള്ള അസ്ഥിരതയും അഴിമതിയും, രാജ്യങ്ങൾക്കുള്ളിൽ അസമത്വം, ദുർബലമായ പൊതു ആരോഗ്യ സംവിധാനങ്ങൾ, ദുർബലമായിട്ടുള്ള സാമൂഹ്യ സുരക്ഷ, ദാരിദ്ര്യവും മോശമായ വിദ്യാഭ്യാസ സംവിധാനങ്ങളും, ഇവയൊക്കെ ലോകത്ത് എവിടെയുണ്ടെങ്കിലും അത് കാരണം അവിടെ രോഗങ്ങൾ പൊട്ടിപ്പുറപ്പെടാം. അത് മറ്റുള്ള എല്ലാ സ്ഥലങ്ങളെയും എല്ലാവരെയും ബാധിക്കാം. അതാണ് ഏക ലോകമായിട്ട് കാണേണ്ട ഇതിന്റെ ഏറ്റവും വലിയ ആവശ്യകത. ഇതൊരു അസമരുടെ അൺഈക്വൽ ആയിട്ടുള്ള ഒരു ലോകമാണ്. ഈ ലോകത്തില് 68.7%, 2/3 പേർക്ക് ലോകത്തിലുള്ള സമ്പത്തിന്റെ 3% മാത്രമാണ് കയ്യിലുള്ളത്. അതേസമയം 1%-ൽ താഴെയുള്ള മനുഷ്യർക്ക് 0.7% പേരുടെ അടുത്താണ് ആകെയുള്ള സമ്പത്തിന്റെ 41%. ഇതുപോലെയുള്ള ഇത്രയും വലിയ അസമത്വം അത് രാജ്യങ്ങൾ തമ്മിലുണ്ട്, രാജ്യങ്ങൾക്കുള്ളിലുള്ള മനുഷ്യർ തമ്മിലുണ്ട്. ഇതുകൊണ്ട് എന്താണ് കുഴപ്പം ചോദിച്ചാൽ ഒറ്റ ഉദാഹരണം പറയാം, നമ്മുടെ ഒമിക്രോൺ. ഈ ഒമിക്രോൺ രോഗം ഇപ്പൊ പടർന്നു പിടിച്ചിട്ടുണ്ട്. അപ്പൊ ആ സാഹചര്യത്തിൽ ഇതൊന്ന് നോക്കൂ. വാക്സിൻ ഡോസുകൾ നവംബർ 28 വരെ കൊടുത്തിട്ടുള്ള വാക്സിൻ ഡോസുകളുടെ കണക്കാണ്. നവംബർ കഴിഞ്ഞിട്ടാണ് ഒമിക്രോൺ പുറത്തോട്ട് വരുന്നത്. UK-ല്, ബ്രിട്ടനിൽ 100 പേർക്ക് 168 ഡോസ് കൊടുത്തിരുന്നു ആ സമയമായപ്പോഴേക്ക്. ജപ്പാനിൽ 156 ഡോസ്, ജർമ്മനിയിൽ 145, 139 അമേരിക്കയില്. ലോകത്തിലെ മൊത്തമുള്ള ശരാശരി 100. ആഫ്രിക്കൻ രാജ്യങ്ങൾ നോക്കും. ബോട്സ്വാന 56, അവിടെയാണ് ഏറ്റവും കൂടുതൽ. സിംബാബ്വെ 43, തെക്കൻ ആഫ്രിക്ക 42, ലെസോത്തോ 28, നമീബിയ 25. ഒമിക്രോൺ ഈ രാജ്യങ്ങളിൽ രൂപം കൊണ്ടതിൽ എന്താണ് അത്ഭുതപ്പെടാനുള്ളത്? ഇതുപോലെ പല രോഗങ്ങളും ഇത്തരത്തിൽ. നേരെ മറിച്ച് ഇത് കൂടുതൽ ഈ രീതിയിൽ വാക്സിനേഷൻ നമുക്ക് എല്ലാ രാജ്യങ്ങളിലും ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഈ രാജ്യങ്ങളിൽ നിന്ന് പുതിയൊരു വേരിയന്റ് തന്നെ ഒരു പക്ഷേ അല്ല, മിക്കവാറും ഉണ്ടാവില്ല. ഇതൊരു ഉദാഹരണം മാത്രമാണ്. ഈ അസമത്വങ്ങൾ അവസാനം എല്ലാവരെയും ബാധിക്കുന്ന രീതിയിൽ തിരിച്ചടിക്കും എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രസക്തമാണ് ഏകാരോഗ്യം എന്ന് പറഞ്ഞ മുദ്രാവാക്യത്തിന്റെ പ്രസക്തി. കാരണം നമ്മുടെ ഇവിടെ ജൈവ വൈവിധ്യമുണ്ട്, വന്യജീവി സമ്പർക്കത്തിനുള്ള വർദ്ധിച്ച സാധ്യതയുണ്ട്, രോഗാതുരത, വൻപിച്ച ആന്റിബയോട്ടിക് ഉപഭോഗമുണ്ട്, ദേശാടന പക്ഷികൾ ഇവിടെ കൂടുതലുണ്ട്, ഉപഭോക്തൃ സംസ്ഥാനമാണ്.
ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഈ നമ്മള് പലരും പുറത്ത് പോയ ആൾക്കാരുണ്ട്. അവര് തിരിച്ചു വരുമ്പോഴും മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇവിടെ വരുന്ന ആൾക്കാരും ഒക്കെ തന്നെ രോഗം അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാനുള്ള സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നു. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ? പ്രധാനമായും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ആശയ പ്രചരണ രംഗത്തും കൂട്ടായ്മകൾ സൃഷ്ടിച്ചുകൊണ്ടും പരസ്പര സഹകരണം വഴിയും മഹാമാരി പ്രതിരോധത്തിൽ ഇപ്പൊ നമ്മൾ ചെയ്തിരുന്ന പോലെയും പിന്നെ ഇനിയും തുടർന്നും ചെയ്യേണ്ട ശക്തിപ്പെടുത്തേണ്ട രോഗ നിരീക്ഷണ സംവിധാനങ്ങൾ, അതിവേഗ രോഗനിർണയ സൗകര്യങ്ങൾ ഉണ്ടാക്കണം. അസ്വാഭാവിക പ്രതിഭാസങ്ങൾ ഉണ്ടെങ്കിൽ അത് ഉടനെ കണ്ടെത്താനും റിപ്പോർട്ട് ചെയ്യാനുള്ള സംവിധാനം വേണം. പരിസ്ഥിതി ആവാസ വ്യവസ്ഥയുടെ സംരക്ഷണം വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രാദേശികമായിട്ടുള്ള കൂട്ടായ്മകൾ വഴി ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്നു. സർവ്വദേശീയ തലത്തിൽ തന്നെ കാലാവസ്ഥാ വ്യതിയാനം അത് വളരെ പ്രധാനപ്പെട്ട ഒരു നിയന്ത്രണത്തിൽ ആഗോള തലത്തിൽ തന്നെയുള്ള നടപടികൾ ഉണ്ടാവണം. കാരണം കാലാവസ്ഥാ വ്യതിയാനം വഴി വരുന്ന പുതിയ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഇനിയും പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഗവേഷണ രംഗത്തുള്ള സഹകരണം, അറിവുകൾ പങ്കിടലും, അതുപോലെ ബൗദ്ധിക സ്വത്തവകാശ നിയമങ്ങൾ പൊളിച്ചെഴുതേണ്ട അതിന്റെ ആവശ്യം. ബൗദ്ധിക സ്വത്തവകാശ നിയമങ്ങൾ, പേറ്റന്റ് നിയമങ്ങളാണ് ഈ വാക്സിനേഷൻ കാര്യത്തിലൊക്കെ നമുക്ക് കൃത്യമായി എല്ലാവരിലും വളരെ പെട്ടെന്ന് വാക്സിനേഷൻ ലോകം മുഴുവൻ എത്തിക്കുന്നതിൽ പരാജയപ്പെടാനുള്ള ഒരു പ്രധാന കാരണം ഇന്നുള്ള പേറ്റന്റ് നിയമങ്ങളാണ്. അപ്പൊ അത് വിളിച്ചെഴുതുക എന്നുള്ളത്, അതുപോലെ അറിവുകൾ പങ്കിടുന്ന രീതി, ഓപ്പൺ സോഴ്സ്, കുറെ കാര്യങ്ങളിൽ അത് നടന്നിട്ടുണ്ട് കോവിഡ് രംഗത്ത്. സംസ്ഥാന ഇടപെടലില് ആന്റിബയോട്ടിക് ദുരുപയോഗം, വളങ്ങൾ, കീടനാശിനികൾ എന്നിവയുടെ യുക്തസഹമായ ഉപയോഗം, വന്യജീവി സംരക്ഷണം, വളർത്തുമൃഗ സംരക്ഷണം, ഏകാരോഗ്യം ഈ കാര്യങ്ങൾ പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തുന്ന വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രാദേശിക തലത്തിൽ ഉള്ള കൂട്ടായ്മകൾ, ആരോഗ്യ, മൃഗസംരക്ഷണ, കാർഷിക സ്ഥാപനങ്ങളുടെ ഏകീകരിച്ച് പ്രവർത്തിക്കുന്ന രീതി, പകർച്ചവ്യാധി നിയന്ത്രണം, പ്രാണികളുടെ നിയന്ത്രണം, ഖരമാലിന്യ സംസ്കരണം, തെരുവ് നായ, എലി, കന്നുകാലികളുടെ നിയന്ത്രണം, ഓരോ വീട്ടിലും മാലിന്യ നിർമ്മാർജ്ജനവും, ആന്റിബയോട്ടിക് ദുരുപയോഗം, പ്രാണികീട നിയന്ത്രണം, ഇവയെല്ലാം ഒന്നിച്ച് ചേർന്നുകൊണ്ട് മാത്രമാണ് ഇതൊക്കെ തന്നെ സാധ്യമാവുക. ഇതൊക്കെ തന്നെ സയൻസ് എന്ന് പറഞ്ഞ ഒരു ആയുധം. കാൾ സാഗൻ പറഞ്ഞ പോലെ സയൻസ് ആസ് എ കാൻഡിൽ ഇൻ ദ ഡാർക്ക് എന്നാണ് സാഗൻ പറഞ്ഞത്. അജ്ഞതയുടെ ഇരുട്ടിൽ വെളിച്ചമേകുന്ന മെഴുകുതിരിയാണ് സയൻസ് എന്നാണ്. ആ അജ്ഞതയെ അനേകം മെഴുകുതിരികൾ കത്തിച്ചുകൊണ്ട് ഇത് മാറ്റിയെടുക്കുക എന്നുള്ളൊരു യജ്ഞം കൂടെയാണ് നമ്മൾ ഈ ഏകാരോഗ്യ ക്യാമ്പയിനിലൂടെ ലക്ഷ്യമാക്കുന്നത്. കൂടുതൽ വീഡിയോസ് കാണുന്നതിനായി ഈ ചാനൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.